ദാവീദിൻ മകൾ കന്നി ജനതാമധ്യേ നിന്നിടുന്നു. കൈകളിൽ മേവുന്നുണ്ണി താർക്കികരവനെ ചൂഴുന്നല്ലോ. പാർക്കുന്നേകൻ നേർക്കുന്നന്യൻ സാക്ഷി ചന്യനിവൻ താൻ ദൈവം. ദാവീദിൻ മകൾ കന്നി നമ്മെ വിളിച്ചാൽ സ്നേഹത്താൽ താൻ പന്തിയിലേക്കിന്നാളിൽ വരുവിൻ നമ്മൾ കാമോദിക്കാം. അവളോടൊന്നിച്ചുൾഘോഷിക്കാം. തൽഫലമീശൻ താനെന്നേവം. നമുക്ക് അല്പസമയം തലകളെ മുടക്കി പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, വലിയൊരു പെരുന്നാളിലേക്ക് ഞങ്ങൾ സമീപിക്കുന്ന ഈ ദിവസങ്ങളിൽ ഞങ്ങളെ മുഴുവനായി തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുകയാണ്. കർത്താവെ, ബേത്ലഹേമിലേക്ക് വന്ന് നിന്നെ കാണുവാനോ നിൻ്റെ സൗഭാഗ്യകരമായ ആ പരിശുദ്ധ ശരീരത്തെ സ്പർശിക്കുവാനോ ഒന്നും ഞങ്ങൾക്ക് അവകാശമില്ലെങ്കിലും നിൻ്റെ മഹാകരുണയും പ്രകാരം നിൻ്റെ ശരീരം ഞങ്ങൾക്ക് ഭക്ഷിക്കുവാനായിട്ട് തന്നെ നീ തന്നു. അയോഗ്യരായിരുന്ന ഞങ്ങൾക്ക് നിൻ്റെ തിരുപ്പിറവിയുടെ ഈ പരിശുദ്ധ ദിവസം പെരുന്നാളിൽ സംബന്ധിക്കുവാനായിട്ട് ഞങ്ങൾ തയ്യാറാകുന്നു. കർത്താവെ, നിൻ്റെ പിഞ്ചു കൈകളെയും കാലുകളെയും തൊട്ടുമുത്തിക്കൊണ്ട് അതിൻ്റെ സാന്ത്വന സ്പർശനം അനുഭവിക്കുവാനും ബേത്ലഹേം ഓഫർത്തായിൽ നീ കിടന്നതുപോലെ ഞങ്ങളുടെ ഉള്ളിൽ നീ ജനിച്ച് അപ്രകാരം തന്നെ ഞങ്ങളുടെ ഹൃദയം നിന്നെ വഹിക്കുവാനും ഞങ്ങൾക്ക് ഭാഗ്യം സിദ്ധിക്കണമേ. കർത്താവെ, അതിനുള്ള വിശുദ്ധിയോ ഒരുക്കമോ ഒന്നും ഞങ്ങളുടെ ഹൃദയത്തിനില്ല എന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. പരിശുദ്ധ പിതാക്കന്മാർ ഞങ്ങളെ ഇപ്രകാരം പഠിപ്പിച്ചിട്ടുണ്ട്: പരിശുദ്ധന്മാരെ വിശുദ്ധീകരിക്കുന്നവനായ ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധന്മാരെയല്ല പാപികളെയും വിശുദ്ധീകരിക്കുമെങ്കിൽ കർത്താവെ, നിൻ്റെ ബേത്ലഹേമിലെ പുൽത്തൊഴുത്തായിട്ട് ഞങ്ങളുടെ ഹൃദയം മാറുവാൻ തക്കവണ്ണം ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ പാപക്കറകളെല്ലാം ഇറക്കി വെച്ച് മനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് നീ ഞങ്ങളെ വഴി നടത്തണമേ. ഞങ്ങൾക്ക് ഒരുപാട് ഭാരങ്ങൾ ഏന്തി നടക്കുകയാണ്. നിൻ്റെ സന്നിധിയിൽ ആ ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ പൊന്നമൂര് കുന്തിരിക്കം വിദ്വാൻമാർ കാഴ്ചവെച്ചതുപോലെ ഞങ്ങളുടെ കയ്യിൽ അപ്രകാരം വിലയേറിയതൊന്നുമില്ല. ഞങ്ങൾക്കാകപ്പാടെയുള്ളത് ഞങ്ങളുടെ പാപഭാരങ്ങളും ഞങ്ങളുടെ കഷ്ടതകളും പ്രയാസങ്ങളുമാകുന്നു. കർത്താവെ, നിങ്ങളുടെ കുന്തങ്ങളെ കൊഴുക്കളായും വാക്കത്തികളായും അടിച്ചു തീർക്കണമെന്ന് നീ ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഭാരങ്ങളും നൊമ്പരങ്ങളും പ്രയാസങ്ങളും എല്ലാം ശൂന്യമാക്കിക്കൊണ്ട് നിനക്ക് അവയെ ലഘൂകരിക്കുവാൻ പൂർണ്ണമായും മായ്ച്ചു കളയുവാനും സാധിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇപ്പോൾ കർത്താവെ, ഞങ്ങളതിനായിട്ട് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ഞങ്ങൾക്കിന്നും മറ്റൊന്നും ചിന്തിക്കുവാനില്ല. കർത്താവെ, എങ്ങനെയെങ്കിലും നീ ഞങ്ങളുടെ ഉള്ളിൽ ജനിച്ച് ജീവിച്ച് എന്നാളും നീ ഞങ്ങളിലും ഞങ്ങൾ നിന്നിലും വസിക്കണം. മറ്റൊന്നും ഞങ്ങൾ ആഗ്രഹിക്കുമാറാകരുതേ. കർത്താവായ യേശു ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിലിരിക്കണമെന്ന് ഞാൻ നിർണയിച്ചു എന്ന് പൗലോസ്ലീഹ പറയുന്നത് പോലെ എനിക്ക് ജീവിക്കുന്നതും ക്രിസ്തു മരിക്കുന്നതും ലാഭമാണെന്ന് പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നത് പോലെ ജഡത്തിൽ ജീവിക്കുന്നതിനാൽ നിൻ്റെ വേലയ്ക്ക് വല്ല ഫലമുണ്ടെങ്കിൽ മാത്രം
ഏത് തിരഞ്ഞെടുക്കേണ്ടുവെന്ന് അറിയാതിരിക്കുന്നത് പോലെ, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭമാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന പോലെ, അങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിച്ച് ക്രിസ്തുവിനോടുകൂടി ആയിരിക്കാൻ ഏറെ കാംക്ഷിച്ചിരുന്ന പൗലോസ്ലീഹായെ പോലെ എങ്ങനെയെങ്കിലും കർത്താവ് ഞങ്ങളുടെ ഉള്ളിൽ ജനിക്കുവാനും കർത്താവെ നിൻ്റെ സ്നേഹം ഞങ്ങളിൽ കത്തിജ്വലിക്കുവാനും ഇടയാകണമേ. നിൻ്റെ സ്നേഹത്തിൻ്റെ നിറവ് ഞങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ക്രിസ്തുസ് ഉപകരിക്കണമേ. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെ മേലും ഇപ്പോൾ നീ നടന്ന് ചെന്ന് അവിടെ തലമേൽ കൈവച്ച് അവരെ നീ അനുഗ്രഹിക്കണമേ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഞാൻ ജനിച്ചിരിക്കുന്നത് യേശു എന്ന നാമം മാത്രം എടുത്തല്ല, ഇമ്മാനുവേൽ എന്ന നാമം കൂടെയാണ്. ദൈവം നമ്മോട് കൂടെ. സകലവും സൃഷ്ടിച്ച, കരുണയോടെ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനാകുന്ന ഏകപിതാവ് നമ്മോടുകൂടെ, തൻ്റെ പങ്കപ്പാടുകളാൽ ലോകത്തെ വീണ്ടെടുത്ത പരിശുദ്ധനാകുന്ന പുത്രൻ നമ്മോടുകൂടെ, ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെയും പൂർത്തിയാക്കുന്ന ജീവനും വിശുദ്ധിയുമുള്ള ഏകപരിശുദ്ധ റൂഹായും നമ്മോട് കൂടെയാണ്. നിങ്ങൾ 3 പേരും ചേർന്ന് ഇമ്മാനുവേലായി ഞങ്ങളോടുകൂടെ ഉണ്ട് എന്ന ആ തിരിച്ചറിവ് ഞങ്ങൾക്കുണ്ടായി ദൈവസ്നേഹം ഞങ്ങളിൽ കത്തിജ്വലിക്കുവാനിടയാണമേ. അതിനായിട്ട് പിതാവ് ആരാകുന്നുവെന്ന് യഥാർത്ഥമായി കാണിച്ചു തരുവാൻ ലോകത്തിലേക്ക് ഞങ്ങളുടെ മനുഷ്യ ശരീരം എടുത്ത് ഇറങ്ങി വന്ന കർത്താവ് യേശുവിൻ്റെ കുഞ്ഞിക്കാലുകളിൽ നമസ്കരിച്ചുകൊണ്ട് ഞങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിച്ചേറ്റ് പറയുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. മാലാഖമാരോടൊത്ത്, ഇറേമാലാഖമാരോടൊത്ത്, ആട്ടിടയന്മാരോടൊത്ത് ഞങ്ങൾ ഇപ്രകാരം തന്നെ നിന്നെ പാടിപ്പുകഴ്ത്തുന്നു. കർത്താവെ, ഞങ്ങളുടെ വായുകളോ അധരങ്ങളോ ഞങ്ങളുടെ ചിന്തകളോ പ്രവർത്തനങ്ങളോ ഒന്നും നിനക്ക് സ്തുതി പാടുവാൻ തക്കവണ്ണം സാധ്യതയുള്ളതല്ലെങ്കിലും കർത്താവ് അതിനെയെല്ലാം സാധ്യമാക്കി വിശുദ്ധീകരിക്കുന്നതിനാണെന്ന് ഞങ്ങൾ വിശ്വസിച്ചേറ്റ് പറയുന്നു. നിന്നെ ഗർഭം ധരിച്ച മാതാവിൻ്റെ ഉദരം പരിശുദ്ധവും പാവനവുമാക്കി അതിൽ നീ വസിച്ചതുപോലെ, കൃപ നിറച്ച് അതിൽ നീ വാണരുളിയതുപോലെ, കർത്താവെ ഞങ്ങളോടും നിൻ്റെ സമാധാനം ഞാൻ നിങ്ങൾ തരുന്നു എന്ന് നീ ഞങ്ങളോട് കൽപ്പിക്കുമാറാണമേ. ഉയർത്തെഴുന്നേറ്റവനായ യേശു നമ്മോടെല്ലാവരോടും പറഞ്ഞു, എൻ്റെ സമാധാനം. പരിശുദ്ധ മാതാവിനോടും പറഞ്ഞു, കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം. നമുക്കും കൃപ നിറച്ചു തരുവാനായിട്ട് സകലവും കൃപയാൽ സാധിക്കുന്നതാണെന്നുള്ള വിശ്വാസത്തോടുകൂടി നമ്മൾ ഈ ബലിപീഠത്തിൻ്റെ മുമ്പാകെ ഇന്ന് കർത്താവിൻ്റെ വചനത്തിനായിട്ട് കാതോർക്കാം. പരിശുദ്ധാത്മാവെ ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങളുടെ എല്ലാ ഭാരങ്ങളെയും നൊമ്പരങ്ങളെയും പരിശുദ്ധാത്മാവ് ഏറ്റെടുത്ത് സത്യത്തിലും നീതിയിലും ആത്മാവിലും ഞങ്ങളെ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ കൃപയിൽ പൊതിഞ്ഞ് ഞങ്ങളെ നിർത്തിക്കൊള്ളണമേ. കർത്താവേ, ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തിന് ഇനി 2 ദിവസം കൂടെ മാത്രമേ ഉള്ളുവല്ലോ. ഞങ്ങൾ നിരാശപ്പെട്ടു പോകാനിടയാകാതെ ഞങ്ങൾ അർപ്പിക്കുന്ന ആരാധനയിൽ നിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് തെളിഞ്ഞ് ഞങ്ങൾ കാണപ്പെടുമാറാകണമേ. പരിശുദ്ധ പിതാക്കന്മാർ പ്രാർത്ഥിച്ച പോലെ കർത്താവെ, നിൻ്റെ പരിശുദ്ധ മദ്ബഹായിൽ ഞങ്ങൾ നിന്നെ കാണുമാറാകണമേ. ഇപ്പോൾ വന്നിരിക്കുന്ന എല്ലാവർക്കും ശ്രദ്ധയോടെ വചനം കേൾക്കുവാനുള്ള കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ ഹൃദയത്തെ തുറന്ന് ഗ്രഹിക്കുവാനുള്ള ഗ്രഹണശക്തി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അത് തുറന്നു കൊടുത്തില്ലെങ്കിൽ ഈ പറയുന്നതെല്ലാം വ്യർത്ഥമായി പോകുമല്ലോ. ഈ പറയുന്ന ഞാനും വ്യർത്ഥമായി പോകുമല്ലോ. കർത്താവെ, അവിടുന്ന് കൽപ്പിക്കുന്നില്ലെങ്കിൽ ബലഹീനരായ ഞങ്ങൾക്ക് ഒന്നും കേൾക്കുവാനുമില്ല, ബലഹീനനായ എനിക്ക് ഒന്നും പറയുവാനുമില്ല. അതുകൊണ്ട് കർത്താവെ, വന്നിരിക്കുന്ന ഞങ്ങളെ നിരാശപ്പെടുത്താതെ, ഞങ്ങളുടെ പാപങ്ങളോ കുറവുകളോ ഒന്നും ഞങ്ങളുടെ ഈ ശുശ്രൂഷയ്ക്ക് തടസ്സമാവാതെ ഇപ്പോൾ ഞങ്ങളെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നിറയ്ക്കുവാനും നിൻ്റെ കൃപയിൽ മറച്ചുകൊള്ളുവാനും നിൻ്റെ മാലാഖമാരോടൊത്ത് ആത്മീയ കീർത്തനങ്ങളാൽ സ്വർഗത്തിൽ നിന്നുകൊണ്ട് തന്നെ നിനക്ക് സ്തുതി പാടുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവന വിശുദ്ധിയുള്ള പരിശുദ്ധ റൂഹായുടെയും ധന്യമുള്ള തിരുനാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൽ അനുഗ്രഹീതരെ, പ്രിയപ്പെട്ട ടിജു അച്ഛ, വളരെ അനുഗ്രഹപ്രദമായൊരു ദിവസമാണ്. കാരണം നിങ്ങളൊരു ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിലാണ്. ആ ഫൈനൽ റീച്ചിങ് പോയിൻ്റ് എത്തുന്നത് ഒരാവേശമാണ്. അന്നേരം ശക്തിയായിട്ട് കുതിച്ചോടേണ്ടിയിരിക്കുന്നു. അതായത്
ഓട്ടത്തിൽ നമ്മൾ ട്രാക്കിൽ ഇറങ്ങി ഓടുമ്പോൾ ആദ്യം വളരെ പതിയായിരിക്കും ഓടുന്നത്. 100 മീറ്റർ ഓട്ടത്തിൻ്റെ കാര്യമല്ല പറയുന്നത്. വലിയ 3-4 കിലോമീറ്ററൊക്കെയുള്ള പ്രത്യേക ഓട്ടമുണ്ട്. അപ്പോൾ അത് ആദ്യം വളരെ പതുക്കെയാണ് ഓടുന്നത്. പക്ഷേ ആ റീച്ചിങ് പോയിന്റിലെത്തുന്നതിന് മുമ്പായി സർവശക്തി എടുത്ത് ഓടും. അത് ലോകപരമായ ഓട്ടം. ആത്മീയ ഓട്ടത്തിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. ഈ ലോകപരമായ നമ്മൾ ട്രാക്കിൽ കൂടി ഓടുമ്പോൾ ശക്തി എവിടെ നിന്നാണ് സംഭരിക്കുന്നത്? നമ്മൾ പതുക്കെ ഓടുന്നതിൻ്റെ കാര്യം എന്താണ്? കാരണം അവസാനം എത്തുമ്പോൾ ക്ഷീണിച്ചു പോകരുത്, അല്ലേ? കർത്താവിനെ കാത്തിരിക്കുന്നവർക്ക് ആ പ്രശ്നമില്ല. യൗവനക്കാർ തളർന്നു പോവും, ബാല്യക്കാർ ക്ഷീണിച്ചു പോവും, യൗവനക്കാർ തളർന്നു പോവും. എങ്കിലും കർത്താവിനെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ഇപ്പം ലാസ്റ്റ് മൊമെൻറ്റിൽ കൂടുതൽ പവർ വേണം. ഈ പവർ ഇല്ലാതെ ക്രിസ്മസ് പെരുന്നാൾ ആഘോഷിക്കുവാൻ നിങ്ങൾ പോകരുത്. നമ്മളൊരു ബാഹ്യമായ പ്രകടനങ്ങൾ കൊണ്ട് ഉള്ളൊരാഘോഷമല്ല ഇത്. പലപ്പോഴും ക്രിസ്മസ് എന്ന് പറയുന്ന ഈ പെരുന്നാൾ വെറും ബാഹ്യ ചടങ്ങുകളായിട്ട് മാറിയിരിക്കുകയാണ്. ഈ പ്രമേയ സദറാലും പിതാക്കന്മാരുടെ പ്രാർത്ഥനയൊക്കെ ശ്രദ്ധിച്ച് പഠിച്ചാൽ മനസ്സിലാവും, ഇത്രയും വലിയൊരു പെരുന്നാൾ ഉണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. ഉയർപ്പ് പെരുന്നാളിനേക്കാളിൽ പ്രാധാന്യമാണെന്ന് എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്. എല്ലാം ശ്രേഷ്ഠമാണ്, ഒന്നിനൊന്ന് മെച്ചമാണ്, അല്ലെങ്കിൽ ഒന്നിനൊന്നുകൂട് കടപിടിക്കുന്നതാണ് കർത്താവിൻ്റെ ഉയർപ്പും സ്വർഗാരോഹണവും പെന്തിക്കോസ്തിയും. പക്ഷെ ജനനം എന്ന് പറയുന്നത് നമ്മൾ പഠിച്ച കാര്യമാണ്. എന്നാലും ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, കാരണം അങ്ങ് പറയാനങ്ങ് എനിക്കൊരാവേശം വരുന്നു. ഇത് ദൈവത്തിന് പറ്റിയൊരു സാധനമല്ലായിരുന്നു മനുഷ്യൻ ജനിക്കുക, മനുഷ്യനാവുക എന്നുള്ളത്. പക്ഷെ അവൻ അങ്ങനെയായി. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം മനുഷ്യ ശരീരം എടുക്കുക എന്ന് പറയുന്നത് അവന് അനുയോജ്യമല്ല. പക്ഷേ നമുക്ക് വേണ്ടി അത് യോജ്യമാക്കി. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളക്കി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. അപ്പോൾ ആ പിഞ്ചു പൈതലിൻ്റെ അടുത്തേക്ക് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അതിൻ്റെ ആ റീച്ചിങ് പോയിന്റിൽ എത്താറായി. ഇപ്പം ഇവിടെ ശക്തി കൂടുതൽ വേണം. അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം, എന്തുകൊണ്ടാണ് ഇപ്പോൾ ശക്തി കൂടുതൽ വേണമെന്ന് പറയാൻ കാര്യം. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മളിപ്പോൾ ലോകപരമായ ഒരു ട്രാക്കിൽ കൂടെ ഓടുമ്പോൾ ഈ ശക്തി എവിടെ നിന്നാണ് കിട്ടുന്നത്? ഒരാൾ റണ്ണിങ് റേസിൽ ഓടുകയാണെന്ന് വിചാരിക്കുക, ഓട്ട മത്സരം. അയാൾ ആ റീച്ചിങ് പോയിന്റിലെത്തുമ്പോൾ സർവ്വ ആവേശം എടുത്ത് അയാൾ ഓടും. അയാൾ എവിടെ നിന്നാണ് ശക്തി സംഭരിക്കുന്നത്? അവൻ്റെ ശരീരത്തിൽ നിന്ന് തന്നെയാണ്. അതുകൊണ്ടാണല്ലോ ചിലപ്പോൾ ചില വാർത്തകളൊക്കെ കേൾക്കുന്നത്, ചില ഓട്ടക്കാരൊക്കെ ഉത്തേജക മരുന്ന് കഴിച്ചിട്ട് ഓടും. കാരണം ശക്തി വേണം. ശക്തിയില്ലാതെ ഇതൊന്നും നടക്കുകയില്ല. പക്ഷേ കർത്താവിൻ്റെ ബേത്ലഹേമിലുള്ള ആ ട്രാക്കിൽ കൂടെ നമ്മളിപ്പോൾ ഓടുകയാണ്. നമ്മുടെ റീച്ചിങ് പോയിൻ്റ് ബേത്ലഹേം ആണ്. അത് നമ്മുടെ ഉള്ളിലാണ്. ആ ബേത്ലഹേം ജീവൻ്റെ എഫ്രാത്ത, അതായത് ആ പുൽക്കൂട് നമ്മുടെ ഹൃദയ പുൽക്കൂട്ടിലാണത് ശക്തമായി വിളങ്ങിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അവിടേക്ക് നമ്മൾ ഓടുമ്പോൾ ആ ഓട്ടത്തിനുള്ള ശക്തി നമ്മളിൽ നിന്നല്ല കിട്ടുന്നത്. പിന്നെ എവിടെ നിന്നാണ്? പരിശുദ്ധാത്മാവ് നമുക്ക് തരണം. അതാണ് ലോകപരമായ ഓട്ടവും ആത്മീയ ഓട്ടവും തമ്മിലുള്ള വ്യത്യാസം. ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, എനിക്ക് നീതിയുടെ കിരീടം വെച്ചിരിക്കുന്നെന്ന് പൗലോസ്ലീഹ പറയുവാൻ കാര്യം, എനിക്ക് ശക്തി നൽകിയ കർത്താവ് എന്ന് കൊലോസ്യരിലാണ് തോന്നുന്നത്. എനിക്ക് ശക്തി നൽകിയ കർത്താവ്. കോരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം എടുക്കാം. കോരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിലും ദൈവശക്തിയെപ്പറ്റി പൗലോസ്ലീഹ പഠിപ്പിക്കുന്നുണ്ട്. അതായത് 1-ാം അധ്യായം 24-ാം വാക്യം, യഹൂദന്മാർക്ക് ഇടർച്ചയും. ആ വാക്യം ഒന്ന് വായിക്കാമോ? യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ. അതായത് ദൈവജ്ഞാനവും ദൈവശക്തിയുമാണ് ആ കിടക്കുന്നത്. അവിടുന്ന് തന്നെയാണ് ശക്തി കിട്ടുന്നത്. ആ ക്രിസ്തുവിനെ തന്നെയെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എവിടെ നിന്നാണ്? 23 തൊട്ട് വായിക്കണം. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. അതിന് മുമ്പത്തെ വാക്യം ഇങ്ങനെയാണ്,
യഹൂദന്മാർ അടയാളവും ചോദിക്കുകയും യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുകയും ചെയ്യുന്നു. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യഹൂദന്മാർക്കിടർച്ചയും ജാതികൾക്ക് ദോഷവുമെങ്കിലും യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും എന്താണ്? ദൈവശക്തിയാണ്. ആര് ദൈവശക്തി? ആരാണ് ദൈവശക്തി? ക്രിസ്തു യേശു. അതാണ് മുമ്പിലത്തെ വാക്യം തൊട്ട് വായിക്കണമെന്ന് പറഞ്ഞത്. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യഹൂദന്മാർക്കാട്ടെ യവനന്മാർക്കാട്ടെ ഞങ്ങൾ ഏവർക്കും വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തു തന്നെ. അപ്പോൾ ഈ ഓട്ടത്തിൽ നമ്മൾ ശക്തി എടുത്ത് ഓടാമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. ആ ശക്തി ആത്മീയ ഓട്ടത്തിന് പറ്റിയതല്ല. നമുക്കായിട്ട് ഒരു ശക്തി നമുക്കില്ല. നമുക്ക് പരിശുദ്ധാത്മാവ് ശക്തി തരണം. അത് ആ ശരീരത്തിൽ നിന്ന് തന്നെ ശക്തി കിട്ടണം. നമ്മൾ വിശുദ്ധ കുർബാന അനുഭവിക്കുന്നത് ശക്തിക്ക് വേണ്ടിയാണ്. എന്ത് ശക്തിക്ക് വേണ്ടി? പാപത്തോട് പോരാടാനുള്ള ശക്തിക്ക് വേണ്ടി. നമുക്കെല്ലാവർക്കുമുള്ള ധാരണ, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണെന്ന് തോന്നുന്നു, വിശുദ്ധ കുർബാന അനുഭവിക്കുന്നത് നിത്യജീവന് വേണ്ടിയാണ്. പക്ഷേ നിത്യജീവൻ അവകാശമാക്കുവാൻ പാപത്തോട് പോരാടി നമ്മൾ ജയിക്കണം. വേണ്ടേ? വെറുതെ നിത്യജീവൻ കിട്ടുമോ? കുർബാന അനുഭവിച്ചെന്ന് പറഞ്ഞുകൊണ്ട് നിത്യജീവൻ കിട്ടില്ല. കുർബാന അനുഭവിച്ചിട്ട് നമ്മുടെ ഈ ശരീരത്തിനില്ലാത്ത ക്വാളിറ്റി കർത്താവിൻ്റെ ശരീരത്തിൽ നിന്നും നമ്മൾ ഈ ശരീരത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലേ? തൊടുന്നു. നിങ്ങൾ കഴിഞ്ഞ ദിവസത്തെ ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാകും. തോമാസ് ലീഹയുടെ പെരുന്നാളുമായിട്ട് ബന്ധപ്പെട്ട് തോമാസ് ലീഹ അവൻ്റെ ശരീരത്തിൽ തൊട്ടപ്പോൾ എന്ത് സംഭവിച്ചു? ദർ വാസ് എ ട്രാൻസ്ഫർ ഓഫ് എനർജി. ആ എനർജി ഇങ്ങനെ താഴേക്ക് അവൻ്റെ ശരീരത്തിലേക്ക് കയറി. അതിൻ്റെ ഫലമായിട്ടാണ് തോമാസ് ലീഹ വിളിച്ച് പറയുന്നത്, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ. അപ്പോൾ ആ ശക്തി കിട്ടിയതും മേളിൽ നിന്നാണ്. അത് തോമാസ് ലീഹ കാണുവാൻ ആഗ്രഹിച്ചു. തോമാസ് ലീഹ ചെയ്യേണ്ട അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ തോമാസ് ലീഹയ്ക്ക് പകരം നമ്മൾ ചെയ്യേണ്ട അത്രയേ ഉള്ളൂ. നമുക്ക് വേറൊന്നും ചെയ്യുവാനില്ല. ഇത് മോഹിക്കണം. ഏദൻ തോട്ടത്തിൽ ഹവ്വായും ആദാവും ഒരു സംഗതി മോഹിച്ചപ്പോൾ തന്നെ ഒരു കവാടം അങ്ങ് തുറന്നു. തോമാസ് ലീഹായി മോഹിച്ചപ്പോൾ തന്നെ ഒരു കവാടം തുറന്നു. എന്ത് കവാടം? ഏദൻ തോട്ടത്തിൽ ഹവ്വായും ആദാവും മോഹിച്ചപ്പോൾ തന്നെ തൊടണമെന്നുള്ള ആഗ്രഹമായി. ഞാൻ മറ്റേ ആ വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ട്. അതായത് ഏദൻ തോട്ടത്തിൽ തൊടണം എന്ന് ഹവ്വ ആഗ്രഹിച്ചു എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാവും? അതായത് പിശാചു എന്ന് ചോദിക്കുന്നുണ്ട്, വാസ്തവമായി ഇത് കഴിക്കരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് പിശാചു ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹവ്വയുടെ മറുപടി, ഭക്ഷിക്കരുതെന്ന് മാത്രമല്ല, തിന്നുകയും വരുത്, തൊടുക പോലും വരുത്. അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷെ അവളുടെ ആഗ്രഹമായിരുന്നത്. തൊടണമെന്നുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ടല്ലേ ഇവളിത് പറയുന്നത്, അല്ലേ? പറയുമോ? അത് ആ ആഗ്രഹം വന്നപ്പോൾ തന്നെ കായീനോട് പറയുന്ന പോലെ, ഇതാ പാപം വാതിൽക്കൽ കിടക്കുന്നു. ആ കവാടം അങ്ങ് തുറന്നു. ആഗ്രഹം വന്നപ്പോൾ കവാടം തുറന്നു. അതുകൊണ്ടാണ് ഹവ്വായുടെ ആദാമിൻ്റെ ഉള്ളിലേക്ക് പിശാച് കയറിയത്. അവിടെ അത് ക്ലോസ് ചെയ്തില്ല. ആഗ്രഹം വന്നപ്പോഴേ ഇത് ക്ലോസ് ചെയ്യണം. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നിങ്ങളത് ഒരു പാപം ചെയ്യണം എന്നില്ല, അതിനെ ആഗ്രഹിക്കുമ്പോഴേ നിങ്ങൾ കവാടം തുറന്നു. പഴയ നിയമം പുതിയ നിയമമുള്ള വ്യത്യാസം അതാണ്. പഴയ നിയമത്തിൽ ഒരു കാര്യം നമ്മൾ ചെയ്യണം, ചെയ്താൽ മാത്രമേ പാപമുള്ളൂ. ചെയ്തു കഴിയുമ്പോൾ അതിന് പ്രതിക്രിയയായിട്ട് മറ്റൊരു കാര്യം നമ്മൾ പകരം ചെയ്യണം. ഒരു പല്ലടിച്ച് തകർത്താൽ തകർത്തവൻ്റെ പല്ല് അടിച്ച് തകർക്കുമ്പോൾ അത് നീതിയായി. പുതിയ നിയമത്തിലെ നീതി അതല്ല. നമ്മൾ റോമർക്കെഴുതിയ ലേഖനം പഠിക്കുമ്പോൾ അത് നമ്മൾ കൂടുതൽ വിശദമായിട്ട് പഠിക്കും. എന്താണ് ഈ നീതി എന്നുള്ളത്, ദൈവരാജ്യത്തിൻ്റെ നീതി എന്നുള്ളത്. സത്യത്തിൽ ഇന്ന് റോമർക്കെഴുതിയ ലേഖനം പഠിക്കാനുള്ള ടേണാണ് വന്നിരിക്കുന്നത്. പക്ഷേ ക്രിസ്തുമസ് ആയതുകൊണ്ട് ഞാൻ മത്തായിയുടെ സുവിശേഷത്തിലേക്ക് തന്നെ പോവുകയാണ്. കാരണം ഇനി നമ്മൾ വായിക്കുവാൻ പോകുന്ന കാര്യം കർത്താവിൻ്റെ ജനനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു, അതെന്താണെന്നൊന്ന് റിവൈസ് ചെയ്യണം. പിന്നെ കുറച്ച് കാര്യങ്ങളൂടെ നമ്മളിന്ന് പഠിക്കണം. അപ്പോൾ ഈ ഓട്ടം നമുക്ക് ശക്തി വേണം. ശക്തി ക്രിസ്തു എന്ന ദൈവജ്ഞാനവും ദൈവശക്തിയായവനിൽ നിന്ന് തന്നെ കിട്ടണം. അതുകൊണ്ടാണ് എനിക്ക് ശക്തി നൽകിയ കർത്താവിൽ നിന്ന് എന്ന് പൗലോസ്ലീഹ പലയിടത്ത് പറയുന്നുണ്ട്. എനിക്ക് ശക്തി നൽകിയെന്ന കർത്താവ്. അപ്പം നമുക്ക് വിശുദ്ധ കുർബാനയൊക്കെ അനുഭവിക്കുമ്പോൾ നമുക്ക് ലഭിക്കേണ്ടത് ശക്തിയാണ്.
ശക്തി ലഭിക്കണം. ശക്തി ലഭിക്കാതെ നമുക്ക് പാപത്തോട് പോരാടുവാൻ പറ്റില്ല. വിശുദ്ധ കുർബാന ഒരു ഭക്ഷണം പോലെ അനുഭവിച്ചിട്ട് കാര്യമൊന്നുമില്ല. അത് ഞാൻ നിങ്ങളോട് തുറന്നു പറയുന്നു. എല്ലാവരും വന്ന് എല്ലാ ഞായറാഴ്ച വിശുദ്ധ കുർബാന അനുഭവിക്കുന്നുണ്ട്. പക്ഷേ ശക്തി എവിടെ? പാപത്തോട് പോരാടാനുള്ള ശക്തിയുണ്ടോ? ആ ശക്തി നമുക്ക് കിട്ടാതെ എല്ലാ ദിവസവും വിശുദ്ധ കുർബാന അനുഭവിച്ചുകൊണ്ടിരുന്നിട്ട് പാപം വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരുന്നാൽ അയോഗ്യമായി അത് ഭക്ഷിക്കുന്ന പോലെ ആയിപ്പോവും. അത് നിമിത്തം നിങ്ങൾ രോഗികളായി തീരുമെന്നാണ്. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് അത് നിമിത്തം, അതായത് വിശുദ്ധ കുർബാന അനുഭവിക്കുന്നത് നിമിത്തം രോഗികളായിപ്പോവും. അതുകൊണ്ടാണ് പടിഞ്ഞാറോട്ട് എഴുന്നള്ളിച്ച് വരുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നത്. എപ്രകാരം? ഇത് ഞങ്ങൾക്ക് ശിക്ഷയ്ക്കോ കുറ്റാരോപണത്തിനോ ആയിത്തീരരുതേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇത് നമുക്ക് ശിക്ഷയ്ക്കും കുറ്റാരോപണത്തിനും ആയിത്തീരുവാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ടാണ് ഭയത്തോടും വിറയലോടും കൂടെ നാം സൂക്ഷിക്കണമെന്ന് പറയുന്നത്. കർത്താവിനെ ഭയപ്പെടേണ്ടതുണ്ട്. പലയിടത്ത് ഈ വേദവചനത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു പെരുന്നാളിനായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ കവാടം മർത്തോമാസ്ലീഹ തുറന്നു കൊടുത്ത പോലെ തുറന്നു കൊടുക്കണം. എന്താണ് ഹൗവ തുറന്നു കൊടുത്തതും മർത്തോമാസ്ലീഹ തുറന്നു കൊടുത്തതും തമ്മിലുള്ള വ്യത്യാസം? ഹൗവ വിലക്കപ്പെട്ടതിൽ തൊടുവാൻ ആഗ്രഹിച്ചു. അപ്പോൾ അവളിലേക്ക് പൈശാചിക ശക്തി കയറി. മർത്തോമാസ്ലീഹ സംശയത്തിൽ പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നതിനേക്കാളിൽ ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. 12 പേരും കണ്ടു, അല്ല 11 പേരും കണ്ടു. 11 10 യൂദാ പോയി. 10 പേരും കാണുവാണ്. ഒരുത്ത മാത്രം ആ ഗ്രൂപ്പിലേക്ക് ഓടി വരുമ്പോൾ എല്ലാവരും കൂടെ ഞങ്ങൾ കണ്ടു കേട്ടോ, ഞങ്ങൾ കണ്ടു എന്ന് പറയുമ്പോൾ ആ ആഗ്രഹം കാരണം എനിക്കും കണ്ടേ പറ്റുള്ളൂ, ഞാൻ കാണാതെ വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്നത് ഒരു സംശയത്തിൻ്റെ അടിസ്ഥാനത്തിനേക്കാളിൽ കർത്താവിനെ കാണുവാനുള്ള അതിമോഹം. ഈ മോഹം മർത്തോമാസ്ലീഹയുടെ ഉള്ളിൽ കയറിയപ്പോൾ തന്നെ അവിടെയും ഒരു കവാടം തുറന്നു. പരിശുദ്ധാത്മാവ് കയറാനുള്ള കവാടം അവിടെ തുറന്നു. മർത്തോമാസ്ലീഹ അത്ര ചെയ്തുള്ളൂ. മർത്തോമാസ്ലീഹ എന്ന് പറയുമ്പോൾ നമ്മളായിട്ട് കാണണം. അപ്പോൾ നമ്മൾ ബേത്ലഹേമിൽ കർത്താവിനെ കാണുവാൻ ആഗ്രഹിക്കണം. ക്രിസ്മസിന് പടക്കം പൊട്ടിക്കുന്നുള്ളതും കേക്ക് മുറിക്കുന്നുള്ളതും ബാക്കി ക്രിസ്മസ് കരോൾ ഇറങ്ങിയതും ഒക്കെ ആലോചിച്ചൊന്നും അല്ല. ഇനി അതൊക്കെ കഴിഞ്ഞു. ഇനി ഒരൊറ്റ ലക്ഷ്യമുള്ളൂ. ഈ 2 ദിവസം കർത്താവിനെ എങ്ങനെയെങ്കിലും, അങ്ങനെ ഒരു വചനമുണ്ടല്ലേ, എങ്ങനെയെങ്കിലും മരിച്ചവരുടെ ഇടയിൽ നിന്ന് പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ച് ഞാൻ പ്രത്യാശയോടെ കാത്തിരിക്കുന്നെന്ന് ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം ആണെന്ന് തോന്നുന്നല്ലേ. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം നിർത്തി. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൽ 1-ാം അധ്യായമാണോ 3-ാം അധ്യായമാണോ? 3-ാം അധ്യായം. 3-ാം അധ്യായം അത് നമ്മൾ 7-ാം വാക്യം തൊട്ട് വായിക്കണം, എന്നാലേ അതിൻ്റെ ഒരു പൂർത്തീകരണം വരത്തുള്ളൂ. എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെ ഞാൻ ക്രിസ്തു നിമിത്തം ചെയ്തുവെന്ന് ഇരിക്കുന്നു. അത്രയുമല്ല എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ, ഈ എൻ്റെ എന്നുള്ള ഒരു വിശേഷണം ശ്രദ്ധിക്കണം. ഇതൊക്കെ പൗലോസ്ലീഹ, മർത്തോമാസ്ലീഹ, മത്തലക്കാരത്തി മറിയാം എന്നിവരൊക്കെ പറയുന്നത് നമ്മൾ ഏറ്റുപറയാൻ വേണ്ടിയാണ്. എൻ്റെ സ്വന്തം ആ ഒരു തോന്നൽ കർത്താവിനെ പറ്റി നമുക്കുണ്ടാവണം. അല്ലെ, കർത്താവേ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നതിനാലൊന്നും കാര്യമാകത്തില്ല. അത് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, അല്ലേ? എന്നെ കർത്താവേ എന്ന് വിളിക്കുന്നവൻ ഏവനുമല്ല, അല്ലേ? ദൈവേഷ്ടം പ്രവർത്തിക്കുന്നവനിൽ ദൈവം കൊടുക്കുന്ന ദൈവസ്നേഹത്തിൻ്റെ പരിണിത ഫലമാണ് എൻ്റെ കർത്താവ് എന്നുള്ള തോന്നൽ. കണ്ടോ, പൗലോസ്ലീഹ വിളിക്കുന്നത് കണ്ടോ? എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോൾ എല്ലാം ചെയ്തെന്നു. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം വിശ്വസിക്കുന്ന ഏവർക്കും ദൈവം നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിലിരിക്കേണ്ടതിനും. പൗലോസ്ലീഹയുടെ ആ ഒരു ആഗ്രഹം നോക്കി, അവനിലിരിക്കണം, യേശുവിലിരിക്കണം, അവനിലിരിക്കേണ്ടതിനും, പിന്നെയോ അവൻ്റെ മരണത്തോടനുരൂപപ്പെട്ടിട്ട് അവനെയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും
അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ലവിധേനയും, ആ വാക്ക് ശ്രദ്ധിക്കണം അല്ലേ, എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ, എങ്ങനെയെങ്കിലും എന്തു ചെയ്യണം? മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണം എന്ന് വെച്ച് ഞാൻ അവൻ്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറ് എന്നെണ്ണുന്നു. എന്താ അല്ലേ? നമ്മളൊന്നും അതിൻ്റെ ഇത് 7 അയലൊക്കത്തോട്ട് വന്നിട്ടില്ല. നമ്മളൊക്കെ ഇതിന്ന് പ്രസംഗിക്കാവുന്നേ ഉള്ളൂ. ഇതൊക്കെ എടുത്തിട്ട് എല്ലാം ഉപേക്ഷിച്ച് ചവറ്, എല്ലാം ക്രിസ്തുവിന് താഴെയുള്ളൂ. ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? കളയുക എന്നല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ക്രിസ്തുവിന് താഴെ, അതാണ് അർത്ഥം. ക്രിസ്തുവാണ് എല്ലാം. അതായത് നമുക്ക് പ്രൈമറി ആയിട്ടൊരു കാര്യം ക്രിസ്തു വരുമ്പോൾ ആ പ്രൈമറി സെക്കൻഡറി ആവും. മനസ്സിലായോ? നമുക്ക് പ്രൈമറി ആയിട്ടിരിക്കുന്ന ഒരു കാര്യം ക്രിസ്തു വരുമ്പോൾ അത് സെക്കൻഡറി ആയിട്ട് മാറുമ്പോൾ ആ സെക്കൻഡറി സാധനം ഇപ്പോൾ നമ്മളിൽ നിന്ന് ഉപേക്ഷിക്കപ്പെടുന്നൊന്നുമില്ല. പക്ഷേ നമുക്ക് ആവശ്യമുള്ളപ്പോൾ അത് നമുക്ക് ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ക്രിസ്തുവാണ് നമ്പർ 1. അതിനെയാണ് ഉപേക്ഷിക്കുക എന്ന് പറയുന്നത്. എൻ്റെ അപ്പനെയും അമ്മയും ക്രിസ്തു നിമിത്തം ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തു കഴിഞ്ഞേ ഉള്ളൂ എന്നർത്ഥം അല്ലേ? അതുകൊണ്ടാണ് മത്തായി 10:34 ഞാൻ ഭൂമിയിൽ സമാധാനം വരുത്തുവാൻ വന്നു എന്ന് നിങ്ങൾ നിരൂപിക്കരുത്. സമാധാനമല്ല, വാളത്രേ വരുത്തുവാൻ വന്നത്. ഞാൻ അപ്പനെ അമ്മയോടും മകളെ അമ്മയോടും മരുമകളെ അമ്മായിയമ്മയോടും ഭേദിപ്പാനത്ര ഞാൻ വന്നതെന്ന് പറഞ്ഞാൽ അവരെ തെറ്റിച്ച് കളഞ്ഞ് രണ്ടുപേരും കൂടെ അടിയുണ്ടാക്കിയിട്ട് വീട്ടിൽ പോയി ഇരുത്താൻ വേണ്ടിയാണ് ക്രിസ്തു വന്നതെന്ന് വ്യാഖ്യാനിക്കുന്ന ഈ ദൈവനിരാസികളുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട്. ഈ നിരീശ്വരവാദികൾ കർത്താവിനെ കളിയാക്കുന്നതും ദുഷിച്ച് പറയുവാൻ വേണ്ടി എടുക്കുന്ന ഒരു വചനം ഇതാണ്. ഞാൻ കേട്ടിട്ടുണ്ട്. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇതിൻ്റെ അർത്ഥം കർത്താവ് ആണ് ഏറ്റവും മേളിൽ നിൽക്കുന്നതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അഭിപ്രായ വ്യത്യാസം വന്നാൽ അവിടെ കർത്താവ് എന്ത് പറഞ്ഞിട്ടുണ്ടോ അതിനെ പ്രമാണിക്കുമ്പോൾ ചിലപ്പോൾ ഒരു ഭിന്നിപ്പുണ്ടായേക്കാം. ആ ഭിന്നിപ്പ് കർത്താവ് തന്നെ മാറ്റിത്തരും. അതിന് യാതൊരു സംശയം വേണ്ട. അതൊരു ഭിന്നിപ്പല്ല, അത് യോജിപ്പിന് വേണ്ടിയുള്ള ഒരു ഭിന്നിപ്പാണ്. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ എല്ലാവരും ഒന്നായി തീരുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വ്യവസ്ഥ അല്ലേ? എഫേസ്യർ ലേഖനം 1-ാം അധ്യായത്തിലുണ്ട്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം ഒന്ന് വായിച്ച്, എല്ലാം ക്രിസ്തുവിൽ ഒന്നായി തീർക്കുക എന്നിങ്ങനെ കാലസമ്പൂർണതയുടെ വ്യവസ്ഥയ്ക്കായിട്ട് തന്നെ അല്ലേ? 1-ാം അധ്യായം 9-ാം വാക്യം, അവനിൽ താൻ മുൻനിർണയിച്ച തൻ്റെ പ്രസാദത്തിന് തക്കവണ്ണം തൻ്റെ ഹിതത്തിൻ്റെ മർമ്മം അവൻ നമ്മോട് അറിയിച്ചു. എന്താണ് ആ ഹിതത്തിൻ്റെ മർമ്മം? 10-ാം വാക്യം, അത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ളതെല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്കുക എന്നിങ്ങനെ കാലസമ്പൂർണതയുടെ വ്യവസ്ഥയ്ക്കായിട്ട് തന്നെ അതിനായിട്ടാണ് കർത്താവ് വന്നിരിക്കുന്നത്. എല്ലാം ഒന്നാണ്. ഇനി പഴയ നിയമം എന്ന് പറയുന്ന ഒരു സംഗതിയായിട്ടില്ല. ന്യായപ്രമാണം, ക്രിസ്തുവിൻ്റെ പ്രമാണം എല്ലാം ഒന്നാണ്. ന്യായപ്രമാണം ഇല്ലാതാക്കിയിട്ടൊന്നുമില്ല കേട്ടോ. ന്യായപ്രമാണം അവിടെ ഉണ്ട്. പക്ഷേ കർത്താവിൻ്റെ പുതിയ നിയമത്തിൽ അത് അലിഞ്ഞു ചേർന്നു. അങ്ങനെയാണ്. ന്യായപ്രമാണം നീങ്ങിപ്പോകുന്നില്ല. ന്യായപ്രമാണത്തിലെ ഒരു വള്ളിയും പുള്ളിയും അഴിഞ്ഞു പോകുന്നില്ല. പക്ഷേ മനുഷ്യൻ അതിനെ വ്യാഖ്യാനിച്ചതിൽ നിന്നും, അല്ലെങ്കിൽ ദൈവമായ കർത്താവ് എന്നുള്ള രീതിയിൽ മോശ അതിനെ വ്യാഖ്യാനിച്ച് തന്നതിനെ പുനർവ്യാഖ്യാനിച്ച് കർത്താവിൻ്റെ പ്രമാണത്തിനോട് ചേർത്ത് വെച്ച് അതിനെ അലിയിച്ച് കളഞ്ഞപ്പോൾ കർത്താവിൻ്റെ പ്രമാണം മാത്രമേ ഉള്ളൂ. ന്യായപ്രമാണം അതിൽ ഉണ്ട് അല്ലേ? അതിലോട്ട് ചേർന്ന് കഴിഞ്ഞു. അതാണ് ഞാൻ ന്യായപ്രമാണത്തെ നീക്കുവാനല്ല, നിവർത്തിപ്പാനാണ് വന്നത്. ന്യായപ്രമാണം ഇപ്പോഴും ഉണ്ട്. പക്ഷേ അത് കർത്താവിൻ്റെ പ്രമാണത്തിനായി അലിഞ്ഞു ചേർന്ന് ഇത് സ്നേഹത്തിൻ്റെ ഒരു പ്രമാണമായിട്ട് മാറി. അതുകൊണ്ടാണ് ന്യായപ്രമാണം മുഴുവൻ ഒന്നാക്കിയിട്ട് 2 കൽപ്പനകളായിട്ട് അങ്ങ് ചുരുങ്ങിപ്പോയത്. ചുരുങ്ങിയതല്ല, അത് വലിയൊരു കൽപ്പനയാണ്. ചുരുങ്ങി എന്ന് പറഞ്ഞാൽ 2 കൽപ്പനയിലേക്ക് ആക്കി. പക്ഷെ അത് ന്യായപ്രമാണത്തിലെ 613 കൽപ്പനകളെക്കാളിൽ ശ്രേഷ്ഠവും മഹനീയവും തേജസ്സുള്ളതുമാണ്. എന്താണ്? നിൻ്റെ ദൈവകർത്താവിനെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കണം, നിന്നെ പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം. എനിക്കിവിടെ നിന്ന് പറയാനും നിങ്ങൾക്കിവിടെ നിന്ന് കേൾക്കാനും വളരെ എളുപ്പമാണ്. എന്നെപ്പോലെ എൻ്റെ അയൽക്കാരനെയോ, ഈ അച്ഛനെ പോലും, എൻ്റെ വളരെ അടുത്ത സ്നേഹിതനാണ് ഈ അച്ഛൻ, അച്ഛനെ പോലും എന്നെപ്പോലൊന്നും എനിക്ക് സ്നേഹിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം.
വെറുതെ നമ്മൾ ചുമ്മാ ഇതൊക്കെ പറയാമെന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അത് ക്രിസ്തുവിൽ പൂർണ്ണമായിട്ടായി കഴിയുമ്പോഴാണ്. ഇനി അങ്ങേ അറ്റത്ത് വല്ലതും പറ്റുന്നത് അപ്പനും അമ്മയ്ക്കും മക്കളെ ചിലപ്പോൾ ഒരു പരിധി വരെ, അതും ഒരു പരിധി വരെ ഉള്ളൂ അല്ലേ, ഒരു പരിധി വരെ ഉള്ളൂ അതൊക്കെ. അതുകൊണ്ടാണ് പറയുന്നത് ഈ 2 കൽപ്പന എന്ന് പറയുന്നത് ന്യായപ്രമാണം മുഴുവൻ അടങ്ങിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ന്യായപ്രമാണത്തെക്കാളിൽ തീഷ്ണതയും ഗൗരവവും തേജസ്സും ഭംഗിയുള്ളതാണ്. പക്ഷേ ഇതായിത്തീരും, ഇത് അപ്രാപ്യമല്ല, പക്ഷേ നമ്മൾ അതുപോലെ ആധ്യാത്മികരാണ്. അതുകൊണ്ട് നമുക്ക് മത്തായിയുടെ സുവിശേഷത്തിലേക്ക് തിരിച്ചു വരാം. നമുക്കിന്ന് കുറച്ച് ഭാഗങ്ങൾ വായിച്ചിട്ട് കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാനായിട്ട് ശ്രമിക്കാം. നമ്മൾ 1-ാം അധ്യായം 18-ാം വാക്യം വരെയാണ് പഠിച്ചത്. 18-ാം വാക്യത്തിൻ്റെ ഒരൊറ്റ വാക്യം മാത്രമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുവാനായിട്ട് ശ്രമിച്ചത്. അത് വളരെ ഗഹനമായൊരു കാര്യമായിരുന്നു. അതിൻ്റെ എന്തെങ്കിലും ഭാഗം നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്നെനിക്കറിയത്തില്ല. യേശുവിൻ്റെ ജനനം ഇവണ്ണം ആയിരുന്നു. ഞാൻ വെറുതെ ഈ പ്രമ്യോസറ പുസ്തകങ്ങളൊക്കെ എടുത്ത് ഇപ്പോൾ ഒന്ന് വായിച്ചു നോക്കിയായിരുന്നു. നേരത്തെയും വായിച്ചു, കുറേ വായിച്ചുകൊണ്ടിരുന്നു. എനിക്ക് തോന്നിയത്, എനിക്കിപ്പം മനസ്സിലായൊരു കാര്യം, ഈ രാത്രി പ്രാർത്ഥനയുടെ പ്രമ്യൂണിലാണ് റെവലേഷൻസ് മുഴുവൻ കിടക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? രാത്രി പ്രാർത്ഥനയുടെ പ്രമ്യൂണിലാണ് റെവലേഷൻസ് കിടക്കുന്നത്. എഴുതിയിരിക്കുന്നു, വിവാഹസ്പർശമില്ലാത്ത വിശുദ്ധ കന്യകയിൽ നിന്ന് തൻ്റെ 2-ാം ജനനത്തിനായി വന്ന പിതാവിൻ്റെ സാക്ഷാൽ പുത്രനും സ്ഥലത്തിനും സമയത്തിനും അധീനനായി തീർന്ന പ്രായാധിക്യനും അനുഗ്രഹകരമായ തൻ്റെ തിരുവിഷ്ടത്താൽ കന്യയുടെ ഗർഭത്തിൽ പ്രവേശിച്ചപ്പോഴും തൻ്റെ രാജകീയ ആസ്ഥാനമായ സ്ഫടികസിംഹാസനത്തിൽ ഒതുങ്ങാതെ സ്ഥിതി ചെയ്യുന്നവനും തൻ്റെ ഭാരത്താൽ 4 മുഖങ്ങളുള്ള രഥത്തിൽ ദുർവഹയായിരിക്കെ തൻ്റെ അവതാരത്തിൽ ഹീനമായ പുൽക്കൂട്ടിൽ പരിമിതനായ പരാക്രമിയും കീറ്റുശീലകളാൽ ആവരണം ചെയ്യപ്പെട്ടെങ്കിലും അതിരില്ലാത്ത പ്രകാശം ധരിച്ചിരിക്കുന്നവനുമായ മശിഹാ തമ്പുരാൻ സ്വർഗത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ തന്നെ അപ്പോൾ തന്നെ കന്യകയുടെ കൈകളാൽ ആഘോഷിക്കപ്പെട്ടും കൊണ്ടും ഇരിക്കുന്നു. ഒരേ സമയം സൃഷ്ടിയെ മുഴുവൻ താങ്ങുന്നവൻ ഒരു മനുഷ്യ സ്ത്രീയുടെ കൈകളിൽ അവൾ താങ്ങി അവനെ നിർത്തുന്നു. ഇതൊരു വലിയ റെവലേഷനാണ്. ഈ രാത്രിയിൽ എന്താണ് ഇത്രയും വലിയ റെവലേഷൻ ഉണ്ടായതിൻ്റെ കാര്യം എനിക്ക് മനസ്സിലാകുന്നത്, രാത്രിയിൽ നമ്മൾ എഴുന്നേറ്റിരുന്ന് ദൈവസന്നിധിയിലിരുന്നാൽ ദൈവം രഹസ്യങ്ങൾ പറഞ്ഞു തരും. അല്ലാത്തപ്പോൾ അത്രയും കിട്ടിയത്തില്ല. കർത്താവ് രാത്രിയിൽ വിജനപ്രദേശത്തേക്ക് പോയി രാത്രി മുഴുവനും ഇരുന്ന് പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത്. രാത്രി മുഴുവൻ. അത് വലിയ വരം കിട്ടിക്കഴിഞ്ഞ ആ ഒരു നൽവരം വരികയുള്ളൂ. എല്ലാവർക്കും പെട്ടെന്ന് വരില്ല. മൈലപ്രായിലെ മാത്യൂസ് റമ്പാച്ചൻ ആ വരം ഉണ്ടായിരുന്നു. റമ്പാച്ചൻ മൗനകാലത്ത് 1 മണിക്കൂറേ ഉറങ്ങത്തുള്ളായിരുന്നു. 1 മണിക്കൂർ. ഒരു ക്ഷീണമില്ല. നമ്മൾ 1 മണിക്കൂർ മാത്രം ഉറങ്ങിയാൽ അന്നത്തെ പകൽ മുഴുവൻ നമ്മുടെ കാര്യം പോക്കാണ് അല്ലേ, മുഴുവൻ പോക്കാണ്. പക്ഷേ ഇങ്ങനെ ആത്മവരമുള്ളവർ ആ ഉറക്കത്തെ ഹനിച്ച്, കാരണം കർത്താവിനോട് കൂടെ ഇരിക്കുവാനുള്ള ആഗ്രഹമാണ്. അങ്ങനെ ആഗ്രഹിച്ച് കർത്താവിൻ്റെ അടുത്ത് രാത്രി സമയം നമ്മൾ ചെലവഴിക്കുമ്പോൾ കർത്താവ് നമ്മളോട് സംസാരിക്കും. നമുക്ക് കേൾക്കാം. വെറുതെ സംസാരിക്കുകയല്ല, ദൈവ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി തരും. ദൈവിക രഹസ്യങ്ങൾ അല്ലേ. അപ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് രഹസ്യ കവാടങ്ങൾ തുറന്നു വരും. മർത്തോമാ ശ്ലീഹ അത് ആഗ്രഹിച്ചു. അപ്പോഴത്തേക്ക് മർത്തോമാ ശ്ലീഹായ്ക്ക് ആ കവാടം തുറന്നിട്ട് പരിശുദ്ധാത്മാവ് കയറി. അതുകൊണ്ടാണ് തൊട്ടപ്പോൾ ഉടനെ പെട്ടെന്ന് ഫ്ലോ ചെയ്തു. ഇത് നേരത്തെ തുറന്നു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ക്രിസ്മസിന് വേണ്ടി ഇപ്പം നമ്മൾ ഒരുങ്ങുന്നത് അതിനു വേണ്ടിയാണ്. അതുകൊണ്ട് ആ ക്രിസ്മസിൻ്റെ ആ വിശുദ്ധ കുർബാനയെ സംബന്ധിക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് പരിശുദ്ധാത്മാവിൻ്റെ കൃപ നിറയൽ അറിയണം. ശിംശോൻ്റെ മേൽ പെട്ടെന്ന് യഹോവയുടെ ആത്മാവ് വന്നതുപോലെ. ബാലസിംഹത്തെ കീറി. ബാലസിംഹത്തിൻ്റെ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ക്യുക്കാണ്, വളരെ വേഗമാണത്. പറന്ന് ആക്രമിച്ച് കളയും. പറന്നാ വരുന്നത്. അത് ചാടി വീണ് കഴിഞ്ഞാൽ ഏത് വലിയ മൃഗവും തലടിയായി പോവും. പക്ഷേ അത്രയും ഫാസ്റ്റായിട്ട് വരുന്ന ഒരു സിംഹത്തെ ഒരാട്ടിൻകുട്ടിയെ പോലെ കീറിക്കളയുവാൻ പെട്ടെന്ന് യഹോവയുടെ ആത്മാവ് ശിംശോൻ്റെ മേൽ വന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം ദ ഫാസ്റ്റ്നെസ് ഓഫ് ദ സ്പിരിറ്റ് ഓഫ് ഗാഡ്
വാസ് മോർ ക്യുക്കർ ദാൻ ദ ഫാസ്റ്റ്നെസ് ഓഫ് എ ലയൺ എന്നാണ് അർത്ഥം. ഒരു ലയണിൻ്റെ ക്യുക്നെസ്, അതിനേക്കാളിൽ ക്യുക്കായിട്ട് യഹോവയുടെ ആത്മാവ് വന്നു. അത് പെട്ടെന്ന് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്തു. അതുകൊണ്ട് മർത്താമാസ്ലിയോട് യേശുമ്പുരാൻ പറഞ്ഞു, ഇങ്ങോട്ട് വാടാ, തൊട്ടോ തൊട്ടോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ബാക്കിയുള്ളവരുടെ അവസ്ഥ അന്നേരം എന്തുവാണെന്ന്. ഇത്രയും നേരം അവനെ കളിയാക്കിയവന്മാരെല്ലാം അയ്യോ ഇവർക്കെല്ലാം തൊടാൻ ആഗ്രഹം കാണത്തില്ലേ? നിങ്ങൾ വിചാരിക്കുന്നതല്ല, 3-3.5 കൊല്ലക്കാലം ഗുരു ശിഷ്യ ബന്ധം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്നത്തെ കാലത്ത് മനസ്സിലാവത്തില്ല. അത് വല്ലാത്തൊരു ബന്ധമാണത്. ചത്തുകളെയും ഗുരു ശിഷ്യൻ ബന്ധം എന്ന് പറയുന്നത്. അപ്പനും അമ്മയും അല്ലെങ്കിൽ അപ്പനും മക്കളുമുള്ള ബന്ധത്തിനേക്കാളിൽ ശ്രേഷ്ഠമാണ്. അത് ആ ഗുരു എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഇന്നത്തെ കാലത്ത് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് മനസ്സിലാകത്തില്ല. ചുമ്മാ പഠിപ്പിക്കുന്ന ആളൊന്നും ഗുരു ആകത്തില്ല. അത് അധ്യാപകനാണ്. ഞാൻ കുറച്ച് കാലം സെമിനാരി പഠിപ്പിച്ചിട്ടുണ്ട് നാഗ്പൂര്. അപ്പം അന്ന് പഠിപ്പിച്ച വിദ്യാർത്ഥികൾ ഇന്ന് അച്ഛന്മാരായിട്ടുള്ളവർ, എൻ്റെയൊക്കെ പ്രായം തന്നെ ഉണ്ട് അവർക്കും. അപ്പം ഞാൻ അവരുടെ പള്ളിയിലൊക്കെ പോകുമ്പോൾ അവർ ഈ പള്ളിയിൽ അനൗൺസ് ചെയ്യും, പ്രിയപ്പെട്ട അച്ഛൻ എൻ്റെ ഗുരുവാണ്. എൻ്റെ തൊലി അങ്ങ് ഉരിഞ്ഞു പോകുന്നേരം. കാരണം ഗുരു എന്ന് പറഞ്ഞാൽ എന്താ? അധ്യാപകൻ ഗുരു ആവണമെന്നില്ല. ഗുരു എന്ന് പറഞ്ഞാൽ ശിഷ്യൻ ഗുരുവിന് മീതെയാവും. അതല്ലേ കർത്താവ് പറയുന്നത്? അതുപോലെ ആവും. അപ്പോൾ അവനെ സ്പിരിച്വലായിട്ടും ഭൗതികമായിട്ടും എല്ലാ രീതിയിലും ഗുരുവിനൊപ്പം എത്തിക്കഴിയുമ്പോൾ ഗുരുവും ശിഷ്യനും പിന്നെ ഒന്നാണ്. ശിഷ്യൻ ഗുരുവിന് വേണ്ടി എന്തും ചെയ്യും, ശിഷ്യൻ ഗുരുവിന് വേണ്ടി എന്തും ചെയ്യും. അതുപോലെ തന്നെ ഗുരു ശിഷ്യന് വേണ്ടി എന്തും ചെയ്യും. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വരെ മരിക്കുവാൻ വരെ തയ്യാറായി നിൽക്കും. അത്രയ്ക്ക് ഒരു ആത്മബന്ധമാണ്. ഞാൻ ഇച്ചിരി അടുത്ത് നിൽക്കട്ടല്ലേ, ഇതില്ലാതെ കിട്ടത്തില്ല. ആത്മബന്ധം. ഈ ആത്മബന്ധം ഉള്ളതുകൊണ്ട് മർത്തോമാസ്ലീഹ അവിടെ വന്ന് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ മർത്തോമാസ്ലീഹ മാത്രം ഇങ്ങോട്ട് വന്ന് തുടർന്ന് പറയുമ്പോൾ ഇവരെ വിചാരിച്ച് കാണത്തില്ല ഞങ്ങളും കൂടെ സംശയിച്ചാൽ മതിയായിരുന്നു. ഞങ്ങൾക്കൂടെ തൊടാനൊരു ചാൻസ് കിട്ടാൻ ഞങ്ങൾ സംശയിക്കാത്തതാണോ കുഴപ്പം എന്ന് വിചാരിച്ച് കാണാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ വെറുതെ ഊഹിക്കാം. ഏതായാലും ഞാൻ പറയാൻ വന്ന കാര്യം ഇത്രയേ ഉള്ളൂ. മർത്തോമാസ്ലീഹ തൊട്ടപ്പം പെട്ടെന്ന് ഇത് ട്രാൻസ്ഫർ ചെയ്തു. പെട്ടെന്ന്. കാരണം നേരത്തെ കവാടം തുറന്നു വെച്ചിരിക്കുക. കവാടം നേരത്തെ തുറന്നു വെച്ചു. ആദവും ഹവ്വായും കവാടം നേരത്തെ തുറന്നു വെച്ചപ്പോൾ പൈശാച് വന്ന ഉടനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഉടനെ അകത്ത് കയറാനുള്ള അനുവാദം ആദവും ഹവ്വായും കൊടുത്തു. മർത്തോമാസ്ലീഹ നേരത്തെ കവാടം തുറന്നു വെച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് പെട്ടെന്ന് ഉള്ളിലേക്ക് കയറുവാനുള്ള അത് സെറ്റാ. ഇപ്പം നമ്മൾ ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുമ്പോൾ ഈ കവാടം തുറന്നു വയ്ക്കണം. ഇപ്പം നമ്മൾ അതിനുവേണ്ടി ഒരുങ്ങുന്നത്, അതിനായിട്ടാണ് നമ്മൾ ഒരുങ്ങുന്നത്. നമ്മളുടെ ആഗ്രഹം ഇത്രയേ ഉള്ളൂ. നമ്മളുടെ ആഗ്രഹം കർത്താവ്. പക്ഷെ പാപത്തിന് നമ്മുടെ ഉള്ളിൽ കയറുവാനും ആഗ്രഹമുണ്ട്. പാപം വാതിൽക്കൽ കിടക്കുന്നു എന്നാണ്. നീ അവനെ തോൽപ്പിക്കണമെന്നാണ്, അല്ലേ? പാപം വാതിൽക്കൽ കിടക്കുന്നു. പാപം വാതിൽക്കൽ കിടക്കുന്നു, അത് നിന്റെ മേൽ ശ്രദ്ധ വെച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ സൂക്ഷിക്കണം. അങ്ങനെ ശ്രദ്ധ വെച്ചിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതാണ് നമ്മൾ ഇനിയും താഴോട്ട് പഠിക്കുവാൻ പോകുന്ന ഒരു കാര്യം. അതിനാണ് നമ്മൾ സ്ട്രാറ്റജി ഉപയോഗിക്കേണ്ടത്. സ്ട്രാറ്റജി, തന്ത്രങ്ങൾ മെനയണം. അത് നമ്മൾ താഴോട്ട് വായിക്കാം. നമുക്ക് 18-ാം വാക്യം തൊട്ട് താഴോട്ട് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 18 മുതൽ. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ജനനം ഇവണ്ണമായിരുന്നു. അവൻ്റെ അമ്മയായ മറിയ യോസഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരും മുമ്പേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി. ഇങ്ങോട്ട് നോക്കി. ഈ അന്നത്തെ കാലത്ത് വിവാഹം നിശ്ചയിക്കുക, വിവാഹം കഴിക്കുക, 2 കാര്യങ്ങൾ ഇന്നത്തെ പോലെയുണ്ട്. പക്ഷേ ഇന്നത്തേതും അന്നത്തേതുമായിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, വിവാഹം നിശ്ചയിച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ പോലെ 2 ദിവസം കഴിഞ്ഞ് മാറിപ്പോകാനൊന്നും പറ്റത്തില്ലെന്നല്ല, പറ്റുകയൊക്കെ ചെയ്യും. പക്ഷേ വിവാഹം നിശ്ചയിച്ചു എന്ന ഒരു കാര്യം കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ
വിവാഹം കഴിച്ചതുപോലെ തന്നെയാണ് അവരുടെ സ്റ്റാറ്റസ്. ശാരീരിക ബന്ധം ഇല്ല എന്നുള്ളതേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഇത്രയും നാളും കന്യക എന്നുള്ള പേര് മാറും. കന്യക എന്നുള്ള പേര് മാറും. മനസ്സിലായോ? അതെന്തിനായിരുന്നു എന്നുള്ളത് നമുക്ക് ചെറുതായിട്ടൊന്ന് വിശകലനം ചെയ്യാം. ഈ പേര് മാറ്റിയേ പറ്റത്തുള്ളൂ. അത് ദൈവത്തിൻ്റെ തീരുമാനമാണ്. അതിന് കാര്യം മറ്റൊന്നുമല്ല. ഈ കന്യകയെ നോക്കി പിശാച് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. സെർച്ചിങ് ടൈമാണ്. എന്തിനാണ്? ഒരു പ്രവചനം കിടപ്പുണ്ട്. എന്താണ് പ്രവചനം? കന്യക ഗർഭിണിയായി. എത്രാം അധ്യായത്തിലാണ്? യെശയ്യാവിൻ്റെ പുസ്തകം 7 8? 7 അധ്യായം. എടുത്തുനിന്ന് വായിച്ചേ. 7 അധ്യായം 14 വായിക്കും. ഒന്ന് വായിച്ചോ, ഉറച്ചു വായിച്ചോ. യെശയ്യാവിൻ്റെ പുസ്തകം 7 അധ്യായം 14 അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്ക് അടയാളം തരും. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവന് ഇമ്മാനുവേൽ എന്ന് വിളിക്കും. അവിടെ നിൽക്കട്ടെ. ഇതൊരു പ്രവചനമാണ്. ആ യെശയ്യാവ് അന്ന് പ്രവചിച്ച സമയം മുതൽ നമ്മളെക്കാളിൽ പരിജ്ഞാനം ആർക്കുണ്ട്? പിശാചിനുണ്ട്. കാരണം അവൻ എന്തറിയാം? രഹസ്യങ്ങൾ അറിയാമെന്നുള്ളതിനേക്കാളിൽ വചനം അറിയാം. നമുക്കറിയത്തില്ല. പിശാചിന് ഈ വേദവസം മുഴുവൻ കാണാതറിയാം. അതാണ് നമ്മളും പിശാചും തമ്മിലുള്ള ആത്മീക ബന്ധം. നമുക്കിതറിയില്ല. ഞാനൊരു ഒരിടത്ത് ഈ അടുത്തിടയ്ക്ക് ഒരു കൺവെൻഷന് പോയി. ഒറ്റയാൾ വേദവസം കൊണ്ടുവന്നിട്ടില്ല. ഒരാൾ കൊണ്ടുവന്നിട്ടില്ല. നമ്മൾ അങ്ങനെ അങ്ങ് ആയിപ്പോയി. നമുക്കാകെപ്പാടെ ഒരു കുർബാന എല്ലാമായി എന്നാണ് നമ്മുടെ തോന്നൽ. ഒന്നും ആയിട്ടില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞുകൊണ്ട് വന്നത്, പിശാചിന് വചനം അറിയാം. അതുകൊണ്ട് കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. അവൻ ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇവന് മനസ്സിലായി എന്നെ തീർക്കാനുള്ള ആൾ ഇവനാണെന്നുള്ള അവന് മനസ്സിലായി. നമുക്ക് പിടികിട്ടിയില്ലെങ്കിൽ. അന്ന് തൊട്ട് ഇവൻ കന്യകയെ അന്വേഷിക്കുകയാണ്. അപ്പോൾ കന്യകമാരെല്ലാം അവൻ തൂക്കും. ഒന്നീ ഗർഭപാത്രം അടച്ചു കളയും, അല്ല എന്തെങ്കിലും പരിപാടി ഒപ്പിക്കും. എന്നാൽ അതിനു മുമ്പ് ഈ പ്രവചനം ഇങ്ങനെയല്ലായിരുന്നു. എങ്ങനെയായിരുന്നു? സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തലയെ തകർക്കും. അപ്പോൾ ആ സമയത്ത് അവൻ സ്ത്രീകളെ അന്വേഷിച്ചുകൊണ്ടിരുന്നത്. സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ചവരെയാണ് സ്ത്രീകൾ എന്ന് പറയുന്നത്. അപ്പോൾ സാറ, റിബേക്ക, റേച്ചല്, പിന്നെ ഇങ്ങോട്ട് വന്ന് ഹന്ന, താഴേക്ക് വന്നാൽ പിന്നെ പുതിയ നിയമത്തിൽ സക്രിയയുടെ ഭാര്യ എലിസബത്ത് വരെയുള്ളവരെ അവൻ നോട്ടം വിട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവരിൽ ഈ ഗർഭപാത്രം എല്ലാം അടച്ച് തീരുമാനമാക്കി വെച്ചു. പക്ഷേ ദൈവം അതെല്ലാം മുതലാക്കും. അതാണ് ദൈവത്തിൻ്റെ പ്രത്യേകത. ദൈവം എല്ലാ സാഹചര്യങ്ങളെയും മുതലാക്കും. എലിസബത്തിൻ്റെ ഗർഭപാത്രം അടച്ചതുകൊണ്ട് യോനാസ്നാപനെ കിട്ടി. പിശാചിൻ്റെ പദ്ധതി പൊളിഞ്ഞും പോയി. ഈ യോനാസ്നാപൻ വരികയും ചെയ്തു. അതാണ് നമുക്കൊരു ദുരിതാവസ്ഥ വരുമ്പോൾ ചിലപ്പോൾ അത് തിന്മയുടെ ഭാഗമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത ഒരു പാപത്തിൻ്റെ ഫലമായിട്ടോ ദുരിതമായിട്ടോ നമുക്ക് വരാം. പേടിക്കണ്ട. പാപത്തിന് പരിഹാരമായിട്ട് ഒരുത്തൻ അവിടെ കിടപ്പുണ്ട്. അത് വേറെ കാര്യം. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ. ഗലാത്യർ 3:13 വായിച്ചോ. ഗലാത്യർ 3:13 മരത്തിന്മേൽ തൂങ്ങപ്പെട്ടവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നു. ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിൽ നിന്നുള്ള ശാപത്തിൽ നിന്ന് അവൻ നമ്മെ വിലയ്ക്ക് വാങ്ങി. അതിനായിട്ടാണ് വന്നത്. കാലസമ്പൂർണതയിൽ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി, ന്യായപ്രമാണത്തിൻ കീഴെ ജനിച്ചവനായി ക്രിസ്തു ജനിക്കുകയാണ്. യേശു ജനിക്കുകയാണ്. ഗലാത്യർ 3:13 മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്ന പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിനുള്ള ശാപത്തിൽ നിന്ന് അവൻ നമ്മെ
അതെ. അപ്പോൾ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നിട്ടുള്ളതുകൊണ്ട് പാപത്തിൻ്റെ ദുരിതം കർത്താവ് ഏറ്റെടുത്തിട്ടുണ്ട്. എന്നാലും നമ്മൾ പാപത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് റോമർ പഠിക്കുമ്പോൾ അത് മനസ്സിലാകും. പാപത്തിൽ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ ദൈവമക്കളിൽ അത് ഒരു ലിമിറ്റ് വിട്ട് അനുവദിക്കത്തില്ല. അപ്പോൾ നമ്മളെ സാത്താൻ്റെ ശക്തിക്ക് തന്നെ ഏൽപ്പിക്കും. അതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ ആ സമയത്ത് നമുക്ക് വിശദമായിട്ട് പഠിക്കാം. അപ്പോൾ ഇവിടെ എന്താണ് ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്? സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തലയെ തകർക്കും എന്നുള്ള ആ പ്രവചനം കിടക്കുകയാണ്. പല സ്ത്രീകളെ അവൻ നോട്ടം ഇട്ടു, പക്ഷെ അതെല്ലാം ദൈവം അത് നന്മയാക്കി തീർത്തു. യോസഫിൻ്റെ കാര്യത്തെപ്പറ്റി അങ്ങനെ ഒരു നല്ല വചനം കിടപ്പുണ്ട്. ഉൽപ്പത്തി പുസ്തകം എത്രാം അധ്യായത്തിലാണ്? നിങ്ങളോ എനിക്ക് ദോഷമായത് നിരൂപിച്ചു, എന്നാൽ ദൈവം അത് ദേശത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി നന്മയാക്കി തീർത്തു എന്നൊരു വചനം ജോസഫ് സഹോദരന്മാരോട് പറയുന്നുണ്ട്. നിങ്ങളെനിക്ക് ദോഷമായുള്ളത് നിരൂപിച്ചു. ആ വാക്യം കണ്ടുപിടിക്കാമോ? ആ 49 50 മറ്റോ ആണ് അല്ലേ? കിട്ടുന്നുണ്ടോ? കിട്ടുന്നില്ലെങ്കിൽ വിട്ടേരെ. ഇതാണ് വചനം. ഇതാണ് എനിക്ക് തോന്നുന്നത്. അതെ, 50-ാം അധ്യായത്തിൽ തന്നെയാണ്. 50-ാം അധ്യായം 20-ാം വാക്യം. ജോസഫ് സഹോദരന്മാരോട് പറയുകയാണ്. 18-ാം വാക്യം തൊട്ട് വായിച്ചോ. 18-ാം വാക്യം തൊട്ട് വായിച്ചോ. അവൻ്റെ സഹോദരന്മാർ ചെന്ന് അവൻ്റെ മുമ്പാകെ വീണു. പണ്ടൊരിക്കൽ സ്വപ്നത്തിലൊരു കാര്യം യോസഫ് കണ്ടായിരുന്നല്ലേ? സഹോദരന്മാരൊക്കെ വന്ന് അവനെ കുമ്പിട്ട് വന്ദിക്കുന്ന ദൈവമക്കളിൽ ദൈവത്തിൻ്റെ എല്ലാ ഭാവി കാര്യങ്ങളും മുന്നമേ എങ്ങനെയെങ്കിലുമൊക്കെ ദൈവം അറിയിച്ചുകൊണ്ടിരിക്കും. പക്ഷേ അത് തിരിച്ചറിയാനുള്ള പരിജ്ഞാനം നമ്മളിൽ വേണം. പരിജ്ഞാനം. അതിനാണ് ക്രിസ്തുവിനെ അറിയേണ്ടത്. ക്രിസ്തുവിനെ അറിഞ്ഞാലേ പരിജ്ഞാനം കൊണ്ട് നിറയത്തുള്ളൂ. എന്തെങ്കിലും പരിജ്ഞാനമല്ല അത്, ലോകത്തിൻ്റെ പരിജ്ഞാനമല്ല. ക്രിസ്തു പരിജ്ഞാനം നമ്മളിൽ നിറയുമ്പോൾ നമുക്ക് വരുന്ന എല്ലാ ഹിൻസ് നമുക്ക് ദൈവം വെളിവാക്കി തരും. പല കാര്യങ്ങൾ വെളിവാക്കി തരും. എൻ്റെ ചില ജീവിത സാഹചര്യങ്ങൾ ഞാൻ പിന്നോട്ട് ചിന്തിക്കുമ്പോൾ എനിക്കത് ഇപ്പോൾ ഞാനത് റിവൈൻഡ് ചിന്തിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. ഞാൻ പല കുഴിയിലും ചെന്ന് വീണിട്ടുണ്ട്. പല കുഴിയിലും ചെന്ന് വീണിട്ടുണ്ട്. പക്ഷേ ആ വീഴുന്നതിന് മുമ്പെല്ലാം ദൈവം ഹിൻഡ് തരുമായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട് പല കാര്യങ്ങളും. അതായത് ഭീകരമായ കുഴിയിൽ പതിച്ചിട്ടുള്ളതിനെല്ലാം മുമ്പ് ദൈവം ഹിൻഡ് തന്നിട്ടുണ്ട് എന്നുള്ളത് കുഴിയിൽ വീണ് കഴിഞ്ഞ് കരേറിയപ്പോൾ എനിക്ക് മനസ്സിലായി. എടാ, അന്നത് തന്നതല്ലേ. അതായത് ഞാൻ ഒരു ഉദാഹരണം പറയാം. ഞാനൊരു കാര്യത്തിന് വേണ്ടി എറണാകുളം വരെ പോവുകയാണ്. അപ്പോൾ ഞാനൊരു കാര്യത്തിന് വേണ്ടിയാണ് പോയത്. കാര്യം എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രശ്നമാണല്ലോ. ഒരാൾ കുറച്ച് പൈസ എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ കയ്യിൽ പൈസ ആയിരിക്കല്ലേ, കൊടുത്തേക്കാം. കുറച്ച് പൈസ ഇരിപ്പുണ്ടായിരുന്നു. അയാൾക്ക് ആവശ്യമുള്ള പൈസയാണെന്ന് വിചാരിച്ച് ഞാൻ കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ആലപ്പുഴ ചങ്ങനാശ്ശേരി ബൈപ്പാസിൽ വെച്ച് ഞാനൊരു വലിയ കുഴിയിൽ എൻ്റെ കാറ് വീണിട്ട് എൻ്റെ ടയറ് അതിൻ്റെ വീൽ ബേസും കൂടെ വെട്ടിപ്പൊളന്നു പോയി. അപ്പോൾ അയാൾ അവിടെ എറണാകുളത്ത് വെയിറ്റ് ചെയ്യാണ്. ഞാൻ അയാളെ വെയിറ്റ് ചെയ്യിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കാറ് അവിടെ ഒരു വർക്ക്ഷോപ്പ് തന്നെ വിളിച്ച് സമയമൊക്കെ എടുത്ത് അവിടെ കൊടുത്തിട്ട് വേറെ വണ്ടിയിലൊക്കെ എടുത്ത് കൊണ്ട് കൊടുക്കുകയാണ്. അയാൾ കളിപ്പിക്കാനായിരുന്നു വാങ്ങിച്ചത്. അത് പോയി. ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞതാണ്. ദൈവം നമുക്ക് ഏതെങ്കിലും വകുപ്പിൽ ഇത് പോയി കഴിഞ്ഞ് നമ്മൾ പിന്നീട് ഇന്ന് ആലോചിക്കുമ്പോഴാണല്ലോ ഓരോന്നിനും ഓരോ ഹിൻസ് തരും. നമ്മളത് മനസ്സിലാക്കത്തില്ല. പലതും നമുക്ക് മനസ്സിലാകത്തില്ല. അപ്പോൾ ഇവിടെ സഹോദരന്മാരോട് യോസഫ് പറയുകയാണ്. എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് വായിച്ചേ. ഇതാ
അവൻ്റെ സഹോദരന്മാർ ചെന്നതിന് മുമ്പ് വീണു. അത് പറയാനാ പിന്നെ അത് ജോസഫിന് നേരത്തെ ആ ദൈവികമായ ഒരു ഹിൻഡ് അവന് കൊടുത്തു. പക്ഷെ സഹോദരന്മാർക്കത് മനസ്സിലായില്ല. കാരണം അവർ കൃപയിലല്ല, ജോസഫ് കൃപയിലാണ്. നിങ്ങൾക്ക് വേറൊരു കാര്യം അറിയാമോ? ഞാൻ യൂട്യൂബിൽ ഒരു സ്റ്റഡി ചെയ്തിട്ടുണ്ട്. വേദപുസ്തകത്തിലെ പഴയ നിയമത്തിലെ കഥാപാത്രത്തിൽ യേശുക്രിസ്തുവിന് തത്തുല്യമായി എല്ലാ സംഭവങ്ങളും ജീവിതത്തിലുണ്ടായിട്ടുള്ള ഒരു വ്യക്തിയാണ് ജോസഫ്. പലരുമായിട്ടും കമ്പാരിസൺ ഉണ്ട്. ജോസഫ് ആണ് ഏറ്റവും കൂടുതൽ കർത്താവുമായിട്ട് താരതമ്യം ചെയ്ത് നിൽക്കുന്നത്. ജോസഫിൻ്റെ ജനനം, സഹോദരന്മാരുടെ ഇടയിൽ വളർച്ച, ഒറ്റിക്കൊടുപ്പ്. ആരാ ഒറ്റിക്കൊടുക്കുന്നത്? യൂദയാണ് ഒറ്റിക്കൊടുക്കുന്നത്. യോസഫിനെ യൂദയാണ് ഒറ്റിക്കൊടുക്കുന്നത്. ഈജിപ്തിൽ പോയി കർത്താവ് ഭൂമിയിലേക്ക് വന്നു. ഈജിപ്തിൽ ക്ഷാമം വന്നപ്പോൾ ജനങ്ങളെ രക്ഷിക്കുന്നു. കർത്താവ് പാപത്തിൽ വീണ ജനങ്ങളെ രക്ഷിക്കുന്നു. ഒരുപാട് സ്റ്റഡീസ് ഉണ്ട്. ഞാൻ ഒത്തിരി ഇട്ടിട്ടുണ്ട് കമ്പാരിസൺസ്. എല്ലാം കൂടെ പെട്ടെന്ന് ഇപ്പം മനസ്സിൽ വരുന്നില്ല. കാരണം ജോസഫിനും അത്യപാര ദൈവകൃപയുള്ള മനുഷ്യനായിരുന്നു. അത് ജോസഫ് അത് ആഗ്രഹിച്ചിരുന്നു. അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ, രഹസ്യമായി നമുക്കൊരു സൗകര്യം കിട്ടുമ്പോൾ സുഖിക്കാൻ ആഗ്രഹിക്കാത്തവരാരാണുള്ളത്? അത് ഏത് കാര്യമായാലും. ഇപ്പോൾ 1,00,000 രൂപ വഴി കിടക്കുന്നു, ആരും കാണുന്നില്ല. ആർക്കാണ് എടുക്കാൻ തോന്നാത്തത്? എൻ്റെ ദൈവം ഇത് കാണുന്നുണ്ട് എന്നുള്ളൊരു ബോധ്യം നമ്മുടെ മനസ്സിനെ ഭരിക്കാത്തിടത്തോളം കാലം നമ്മളൊന്നും കൃപയിലല്ല. യോസഫിന് ഇതുപോലൊരു സൗകര്യമില്ല. ആ സ്ത്രീ പറഞ്ഞത്, പൊത്തിഫറിൻ്റെ ഭാര്യ പറഞ്ഞത്, ഈ കൊട്ടാരത്തിലെല്ലാം നിനക്ക് തരാം, എൻ്റെ കൂടെ ഒന്ന് വെറുതെ കിടന്നാൽ മതി. അതായത് ഡബിൾ പ്രോഫിറ്റാണ്, ഡബിൾ അംഗീകാരമാണ്. ആ ഭാര്യയുടെ, മറ്റൊരുവൻ്റെ ഭാര്യയുടെ അവന് എല്ലാം പങ്കിടാം. അതേസമയം രാജകൊട്ടാരത്തിൻ്റെ എല്ലാ കാര്യങ്ങളും കിട്ടും. പക്ഷേ ജോസഫ് പറയാണ്, എൻ്റെ ദൈവത്തോട് ഞാൻ എങ്ങനെ പാപം ചെയ്യും? വിട്ടോടി. പക്ഷെ അവനെ കേസിൽ കുടുക്കി അവിടെ കാരാഗൃഹത്തിലാക്കി. അപ്പോൾ ഒരു ബ്രേക്കിംഗ് ജോസഫിന് കൃപയിലായിരുന്നിട്ട് കൂടി ദൈവം കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളാം, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കർത്താവിനോട് കൂടെ നടന്നു, പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു, വേദവസ്തം വായിക്കുന്നു, പിന്നെ ആധ്യാത്മികമായ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നു. പക്ഷേ എന്നിട്ടും എന്നെ കാരാഗൃഹത്തിൽ എന്താണ് ആക്കിയിരിക്കുന്നത്? ഒരു രാജപദവി വെച്ചിട്ടുണ്ട് അല്ലേ? ജോസഫിൻ്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയാൽ, പിന്നീട് ആ അപ്പക്കാരനല്ല, പാനപാത്രകനാണ് സ്വപ്നം കണ്ട് വ്യാഖ്യാനിച്ചു കൊടുക്കുന്നത് അല്ലേ? ആ കഥ അറിയാമല്ലോ അല്ലേ? യോസഫിൻ്റെ കൂടെ 2 പേര് കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടു. ഒന്ന് പാനപാത്രവാഹകനും ഒന്ന് അപ്പക്കാരനും. 2 പേരും രാത്രിയിലൊരു സ്വപ്നം കാണുന്നുണ്ട്. അപ്പോൾ സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ്. അപ്പം ഈ സമയം ഫറവോനും മറ്റൊരു സ്വപ്നം കണ്ടു. അപ്പം ഫറവോൻ അന്വേഷിക്കുകയാണ്, സ്വപ്ന വ്യാഖ്യാനി ആരുണ്ട്? അപ്പോഴാണ് ഏതാണ്ട് ഇവിടെ ഒരുത്തൻ കിടപ്പുണ്ട്, വിളിച്ചോണ്ട് വാന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ആ പാനപാത്രകാരൻ റിലീസ് ചെയ്യപ്പെട്ടു. അങ്ങനെയാണ് സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുത്തത്. പക്ഷേ പാനപാത്രവാഹകൻ ജോസഫിനെ മറന്നുപോയി. പക്ഷെ സമയമായപ്പോൾ ഫറവോനൊരു സ്വപ്നം വന്നപ്പോൾ അവനിത് ഓർത്തെടുത്തു. അപ്പോൾ മുന്നമേ അതെല്ലാം ദൈവം ഒരുക്കിയിട്ട് ഓർത്തെടുത്ത് ജോസഫിനെ ആ കാരാഗൃഹത്തിൻ്റെ അവസ്ഥയിലൂടെ എല്ലാം കൊണ്ടുപോയിട്ട്, ജോസഫ് ഈ പാനപാത്രകനോട് പറയുന്നുണ്ട്, എങ്ങനെയെങ്കിലും നീ രക്ഷപ്പെടുമ്പോഴേ, നീ എന്തുവായാലും രക്ഷപ്പെടും, എൻ്റെ പേരോടെ ഒന്ന് പറയണേ, എന്തൊരു ഗതികേടാന്ന് നോക്ക്, എന്നെ കൂടെ ഒന്ന് ഓർപ്പിച്ചോളണേ. ഫറവോൻ എപ്പോഴേലും നീ ചെല്ലുമ്പോൾ ഉടനെ ഒന്ന് ഓർപ്പിക്കണേന്നാണ് പറഞ്ഞത്. പക്ഷേ അയാൾ ഓർത്തില്ല, മറന്നുപോയി. ബോധപൂർവമല്ല, ദൈവം ആ 2 കൊല്ലം കൂടെ യോസഫിനെ അതിനകത്ത് ഇടണം. അവനകത്ത് പിഴിഞ്ഞു വരാനുണ്ട്. ശദ്രക്, മേശക്, അബേദ്നെഗോ തീച്ചൂളയ്ക്കകത്താണ് 4ാമത് ഒരാളെ കണ്ടതല്ലേ? തിന്മകളാലെ തീയിൽ വീണാൽ കാണണമേ ഞാൻ ഹാനനീയാദ്യന്മാർ പോൽ നിന്നെ 4ാം ആളായി. നമസ്കാരത്തിലൊരു ഗീതമുണ്ട്. തിന്മകളാലെ തീയിൽ വീണാൽ, നമ്മുടെ പാപത്തിൻ്റെ അവസ്ഥയുടെ ഫലമായിട്ട്, പാപത്തിൻ്റെ ഫലമായിട്ട് നമുക്ക് ദുരിതം വന്നാൽ
വീണുപോയാൽ കാണണമേ നിന്നെ നാലാമതൊരാളായി ഞാൻ. അതായത് ശദ്രക്, മേശക്, അബേദ്നോവിൻ്റെ കൂടെ തീച്ചുളയ്ക്കകത്താണ് കർത്താവ് നടന്നത്, അല്ല വെളിയിൽ നിന്ന് അവരെ രക്ഷിച്ചില്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് ആ രാജപദവിക്ക് തത്തുല്യമായി, അല്ലേ, ആ ഫറവോന് തൊട്ട് കീഴെ എന്നുള്ള ഒരു ഇതേ ഉള്ളൂ. ഫറവോനുള്ള എല്ലാ അധികാരങ്ങളും ജോസഫിന് കൊടുത്തു. രഥത്തിൽ നഗരം ചുറ്റിച്ചിട്ട് ആളുകളെല്ലാം കുമ്പിടാൻ പറഞ്ഞു. ഇത് ജോസഫിന് പണ്ട് കൊടുത്തതാണ്. എന്ത്? ഈ ദർശനം. ഇങ്ങനൊരു സംഗതി നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും. അപ്പോൾ നമ്മൾ ആ പ്രത്യാശ വിടരുത്. ദുരിതമായിരിക്കാം ഇപ്പം, ദുരിതത്തിലാണ്. ഞാൻ ദൈവമക്കളെ, ഞാൻ നിങ്ങളൊരു കാര്യം പറയാം. നമുക്ക് ദുരിതത്തിലാണ് സത്യം പറഞ്ഞാൽ കർത്താവിനോട് അടുത്തിരിക്കാൻ ഏറ്റവും സന്തോഷം തോന്നുന്നത്. അല്ലെങ്കിൽ അത്രയും തോന്നത്തില്ല എന്നെൻ്റെ ഒരു തോന്നൽ. ഞാനും ഇപ്പോൾ ദുരിതത്തിലായിരിക്കുന്നുണ്ടായിരിക്കും, എനിക്കങ്ങനെ തോന്നുന്നത്. ചിലപ്പം കര കയറുമ്പോൾ അതിനേക്കാളിൽ ഇതായിരിക്കും. ഈ കര കയറുക എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? കര കയറുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു അവസ്ഥയല്ല, കർത്താവ് കൂടെ ഉണ്ടാവണം, അത്രയേ ഉള്ളൂ. അതാണ് കരകയറൽ. കർത്താവിൻ്റെ കയ്യിലിരിക്കുക, അതാണ് കരകയറൽ. അല്ലാതെ നമുക്ക് ഉള്ള ദുരിതങ്ങളെല്ലാം മാറിപ്പോകുന്നത് കർത്താവിൻ്റെ കൂടൊപ്പം രണ്ടാമത്തെ വരവിലാണ്, അല്ലേ? അല്ലെങ്കിൽ നമ്മുടെ മരണത്തോടെയാവണം. അതുവരെ ഇത് ഇരുന്നോട്ടെന്നേ, നല്ല സന്തോഷമല്ലേ. കർത്താവ് പക്ഷേ കൂടെ വേണം കേട്ടോ, ഇല്ലെങ്കിൽ ദുരിതമാണ്. കർത്താവിന് മാത്രമേ നമുക്ക് ഈ ദുരിതങ്ങളിൽ കൂടി നമുക്കുള്ള ഒരു വലിയ ദൈവിക ആനന്ദം നമുക്ക് തരുവാൻ സാധിക്കത്തുള്ളൂ. കാരണം ഇത് നമ്മളെ ശരിക്കും നല്ല പാതയിലൂടെ വഴി നടത്തും. കഷ്ടങ്ങൾ നിമിത്തം നീ എന്നെ നേരെയുള്ള പാതകളിൽ നടത്തുന്നതാണ്, കഷ്ടങ്ങൾ നിമിത്തം. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് ഏതാണ്ടൊക്കെ കയറിപ്പോയി, ഞാൻ തിരിച്ചു വരികയാണ്. അപ്പോൾ സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തലയെ തകർക്കും എന്നുള്ളതാണ്. അപ്പോൾ അന്ന് തൊട്ട് സ്ത്രീയെ അന്വേഷിക്കുകയാണ്. ഉള്ള സ്ത്രീകളെല്ലാം അവൻ മെരുക്കിയെടുത്തു. അപ്പോഴാണ് യെശയ്യാവ് എന്ന് പറയുന്നത് കന്യക സ്ത്രീകളെ വിട്ടു. സ്ത്രീയൊന്നും അല്ല, ചുമ്മാ പറ്റിച്ചു. അതാ ദൈവത്തിൻ്റെ സ്ട്രാറ്റജി. ഇത്രയും നാളും പിശാചിനെ വട്ടം കറക്കിക്കൊണ്ടിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ദൈവം ആ കാര്യങ്ങളെല്ലാം നിർവഹിക്കുകയും ചെയ്തു. നല്ല ഇസ്ഹാക്കിനെ ജനിപ്പിച്ചു. സാറായിക്ക് അവസാനം വരെ ആണെങ്കിലും അവസാനം നല്ല ഒന്നാം തരം ഒരു പൈതലിനെ കൊടുത്തു. അത് ഇസ്ഹാക്കും യേശു ക്രിസ്തുവിന് തത്തുല്യനായ മറ്റൊരു വ്യക്തിത്വമാണ്. ഇസ്ഹാക്കിൻ്റെ ഭാര്യയും ഇതുപോലെ താമസിപ്പിച്ചു. ഇങ്ങനെ ഓരോന്നിനെയും പിശാച് കൈവയ്ക്കുമ്പോൾ ദൈവം അതിൽ കൂടി എല്ലാം മുതലെടുത്തുകൊണ്ടേയിരുന്നു. അതാണ് ദൈവം എല്ലാ സാഹചര്യങ്ങളും മുതലാക്കും കേട്ടോ. നമ്മൾ പാപം ചെയ്താലും ആ പാപത്തെ പോലും ദൈവം മുതലാക്കും. എന്ന് പറഞ്ഞാൽ, ഉദാഹരണം, ഗ്യാസ് കത്തിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഈ ഡീകമ്പോസ്റ്റായിട്ടുള്ള എന്താ വേണ്ടി? ആ സംഗതി വേണം, അല്ലേ? ആ ചാണകം എടുത്ത് അളിച്ച് നാശമാക്കി പുഴുത്ത് അത് നമ്മൾ ഒരു കുഴിക്കകത്തിട്ട് അതിൽ നിന്നാണ് ഗ്യാസ് ഉണ്ടാകുന്നത്. നമ്മുടെ പാപം അളിഞ്ഞ് പുഴുത്ത് നാറുന്ന ഒരു സാധനമാണെന്ന് ഞാൻ ഇപ്പം എൻ്റെ എവിടെയോ ഒരു സെതറായിൽ ഇപ്പം ഞാൻ കണ്ടു കേട്ടോ. ആ പിതാക്കന്മാർ ഉപയോഗിച്ചിരുന്ന വാക്കേ നാറിയിരിക്കുന്ന ഞങ്ങളുടെ അവസ്ഥ എന്നാണ്. ഞാനത് വായിച്ചിട്ട് ഞാൻ കുറച്ചേരം ഇങ്ങനെ നോക്കിയിരുന്നു. എന്തൊരവസ്ഥയാണിത്, നാറിയിരിക്കുന്ന ഞങ്ങളുടെ അവസ്ഥയെ. അതേണ്ട അച്ഛൻ വായിച്ചു, ഞാൻ വെറുതെ പറയുന്നതാണെന്ന് തോന്നണ്ട. എത്ര ഈ ബൈക്കിൽ കൂടെ ഒന്ന് വായിക്കാമോ? ഇങ്ങോട്ട് വാ, അതൊന്ന് വായിച്ചേര്. പാപത്തിൽ ദ്രവിച്ച് നാറിയിരുന്ന ഞങ്ങളെ, പാപത്തിൽ ദ്രവിച്ച് നാറിയിരുന്ന ഞങ്ങളെ നിന്റെ പരിശുദ്ധ പരിമളവാസനയാൽ ആനന്ദിപ്പിക്കുവാൻ വേണ്ടി ദാഹിച്ചിരുന്ന ഭൂമിയായ വാഴ്ത്തപ്പെട്ട മറിയാമിൽ അവിടെ നിന്നെ വാഴ്ത്തപ്പെട്ട മറിയമിലേക്ക് എന്താണ് ഇറങ്ങിയത്? പറ. കൃപ എന്നല്ല, കുറച്ചും കൂടെ കൃത്യമായിട്ട് പറ. എന്ത് വരുമെന്നാണ് മറിയയോട് പറഞ്ഞത്? ദൂതൻ പറഞ്ഞു, നിന്റെ മേൽ ഡാഷ് വരും, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അങ്ങനെ ഞാൻ മുമ്പേ പറഞ്ഞത് എന്താ? പരിശുദ്ധാത്മാവ് പെട്ടെന്ന് വന്നത് എന്തുകൊണ്ടാണെന്നാണ് പറഞ്ഞത്. മർത്തോമാ ശ്ലീഹയിന്മേൽ പരിശുദ്ധാത്മാവ് പെട്ടെന്നിറങ്ങി. പിന്നെ ആദാമിലും ഹവയിലേക്കും അശുദ്ധാത്മാവും പെട്ടെന്ന് കയറി. കാര്യം എന്താണ്? വാതിൽ തുറന്ന് അത് ആഗ്രഹിച്ചു. ഇവിടെ വായിച്ചേ മറിയാമിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി. കാരണം എന്താണ്? സൃഷ്ടിയിൽ മുളച്ചുണ്ടായ. അല്ലല്ല, അച്ഛൻ ഇപ്പം വായിച്ച് കഴിഞ്ഞ ഭാഗം ഒന്നുകൂടെ ഒന്ന് വായിച്ചേ.
മറിയാമെന്ന വരണ്ട ഭൂമിയിൽ ദാഹിച്ചിരുന്ന ഭൂമിയായ വാഴ്ത്തപ്പെട്ട ദാഹിച്ചിരുന്നു. അപ്പൊ മറിയാം ഇത് ദാഹിച്ചിരുന്നു. അതായത് നിങ്ങൾക്കറിയാമോ മറിയാം ദാഹിച്ചിരുന്നത് ശരിക്കും എന്താണെന്ന് അറിയാമോ? അത് കേട്ടിട്ടുണ്ടോ? ആ ഒരു പാരമ്പര്യ കഥയല്ല, അതാണ് മറിയാം ആഗ്രഹിച്ചിരുന്നത്. മറിയാം ശരിക്കും ആഗ്രഹിച്ചിരുന്നത് ഒരു രക്ഷകൻ പിറക്കും എന്നുള്ളത്. ഇവരിത് വിശ്വസിച്ചിരുന്നു. അത് കന്യകയിൽ നിന്നായിരുന്നു. ഇവൾ കന്യകാവ്രതം എടുത്തതാണ്. അവൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്, കർത്താവേ, നീ ജനിക്കുവാൻ പോകുന്ന കന്യകയെ ശുശ്രൂഷിക്കുവാനുള്ള ഭാഗ്യം എനിക്ക് തരണമേ എന്നാണ് കന്യക മറിയാൻ ദാഹിച്ചുകൊണ്ടിരുന്നതെന്നാണ് പിതാക്കന്മാർ പഠിപ്പിക്കുന്നത്. നീ ജനിക്കുവാൻ പോകുന്ന ഉദരത്തെ കന്യക, കാരണം അവൾക്ക് യോഗ്യതയില്ലെന്ന് നമുക്കറിയാം. കാരണം വിശുദ്ധി പ്രാപിക്കും തോറും നമ്മൾ കുറവുള്ളവരാണെന്ന് തോന്നിക്കൊണ്ടേയിരിക്കുകയാണല്ലോ. അപ്പം മാതാവ് പ്രാർത്ഥിക്കുമായിരുന്നെന്നാണ് പറയുന്നത്, കർത്താവെ, നീ ജനിക്കുവാൻ പോകുന്ന കന്യകയെ ശുശ്രൂഷിക്കുവാനുള്ള ഭാഗ്യം എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുമായിരുന്നു. പക്ഷേ ഇവൾക്കറിയുന്നില്ല ഇവൾക്കാണ് ആ ഭാഗ്യം വരുന്നത്. അതുകൊണ്ടാണ് ഇവൾ സംശയം പ്രകടിപ്പിക്കുന്നത്. അതെങ്ങനെ സംഭവിക്കും? അത് നടക്കുന്ന കാര്യമൊന്നുമല്ല. ഒന്നാതെ ഞാൻ എൻഗേജ്ഡായി എന്നാണ് പറയുന്നത്. ഇനി അതൊന്നുകൂടെ വായിച്ചാൽ മേളിൽ തൊട്ട് വായിച്ചേ. പാപത്തിൽ ദ്രവിച്ച് നാറിയിരുന്ന ഞങ്ങളെ നിന്റെ പരിശുദ്ധ പരിമളവാസനയാൽ ആനന്ദിപ്പിക്കുവാൻ വേണ്ടി ദാഹിച്ചിരുന്ന ഭൂമിയായ വാഴ്ത്തപ്പെട്ട മറിയാമിൽ നിന്ന് സൃഷ്ടിയിൽ മുളച്ചുണ്ടായ പിതാവായ ദൈവത്തിന്റെ മഹത്തര ചിന്തയുടെ ദൈവത്തിന്റെ മഹത്തര ചിന്തയുടെ ഇതാണ് പിതാക്കന്മാരുടെ പ്രാർത്ഥനയുടെ ശ്രേഷ്ഠത. ഇതൊക്കെ തല കയറണമെന്നുണ്ടെങ്കിലേ ഇത് നമ്മൾ ഇരിക്കണം ഇതിൻ്റെ മുമ്പിൽ. അല്ല ചുമ്മാ കർത്താവേ ഞങ്ങളുടെ വീട് പണി, ഇതൊക്കെയാണ് നമ്മുടെ പ്രാർത്ഥന അല്ലേ മൊത്തം. ഇതെന്തൊരു പ്രാർത്ഥനയാണത്? പിതാവാൻ ദൈവത്തിൻ്റെ എന്ത് വെച്ചാ വായിച്ചേ? പിതാവായ ദൈവത്തിന്റെ മഹത്തര ചിന്തയുടെ ഉത്കൃഷ്ടമായ അറിവിലെ സൗരഭ്യമുള്ള പരിശുദ്ധ പുഷ്പമേ നിനക്ക് സ്തുതി. അയ്യോ, ഇത് തന്നെ പറയാനൊരു 5 ദിവസം വേണം. ക്രിസ്തുവിൻ്റെ പരിമളവാസനയെപ്പറ്റി പറയണം, ക്രിസ്തു എന്ന പരിമള പുഷ്പത്തെപ്പറ്റി പറയണം. ദാഹിച്ചിരുന്നാൽ മാത്രം മുളയ്ക്കുന്ന വരണ്ട ഭൂമിയിൽ അവൻ നനച്ച്, അല്ലേ? ഒരു വൃക്ഷം വളരണമെങ്കിൽ അവിടെ വരണ്ടിരുന്നാൽ പറ്റത്തില്ല. പക്ഷേ വരണ്ട ഭൂമിയെ ഉതച്ച് കിളച്ച് റെഡിയാക്കിയിട്ട് വേണം വെള്ളം ഒഴിച്ച് അവിടെ വിത്തിടാൻ, എന്നാലേ ഇത് വളരത്തുള്ളൂ. അപ്പോൾ ആ പ്രോസസ്സിലൂടെ എല്ലാം മറിയാൻ കയറി പോവുകയാണ്. അപ്പോൾ ഇതെല്ലാം നമ്മളും ഓരോ മറിയാമുകളാണ് അല്ലേ? ദൈവവചനം, ദൈവത്തിൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുന്നവൻ ആരോ അവൻ എൻ്റെ സഹോദരനും എൻ്റെ സഹോദരിയും എൻ്റെ അമ്മയും മാതാവുമാവുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ മാതാവിൻ്റെ സ്ഥാനം ദൈവം തന്നിട്ടുണ്ട്. അപ്പോൾ ഈ പ്രോസസ്സ് കയറി പോകണം. ഈ പ്രോസസ്സ് കയറിപ്പോയേ പറ്റത്തുള്ളൂ. ഇതിന് ഓപ്ഷനില്ല. ആരും വിചാരിക്കേണ്ട ഈ ദുരിതമെല്ലാം ഇങ്ങ് തീർന്നിട്ട് ഞാൻ ഈ കർത്താവിനെ അങ്ങ് ആരാധിച്ച് അങ്ങ് കയറ്റിക്കളയുമെന്നൊന്നും വിചാരിക്കേണ്ട. അത് നടപ്പുള്ള കാര്യമൊന്നുമല്ല. ദുരിതം കൂടെയുണ്ട്, ചാവുന്നവരെയുണ്ട്. ഇനി ഒരു ദുരിതം തീർന്നാൽ ദൈവമക്കളെ നിങ്ങൾ അടുത്ത ദുരിതം വരാൻ വേണ്ടി നോക്കിയിരുന്നോണം, ഒട്ടനെ തന്നെ വരും. അത് നമ്മളെ കിരീടം ധരിപ്പിച്ച് ശോഭിപ്പിക്കാനാണ്. ഞാൻ ഇന്നലെ കുറിയാക്കോസ് സാദായുടെ ജീവചരിത്രം ചുമ്മാ ഒന്ന് നോക്കുമായിരുന്നു. ഈ അടുത്തിടെയായിട്ട് എനിക്ക് കുറിയാക്കോസ് സാദായുടെ വല്ലാത്തൊരു സ്നേഹം വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഞാൻ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ഞായറാഴ്ച ഒരു കൺവെൻഷന് പോയത് കണ്ണിയാറ്റ് നിരപ്പ് എന്ന് പറഞ്ഞൊരു പള്ളിയിലാണ്. കണ്ണിയാറ്റ് നിരപ്പ്. അവിടെ ഒരു കുരിശടിയുണ്ട്. പള്ളിക്ക് ദൂരെ മാറി, ദൂരെ എന്ന് പറഞ്ഞാൽ ഒരു 200-250 മീറ്റർ പള്ളിയിൽ നിന്ന് മാറി ഉയർന്ന സ്ഥലമാണ്. പഴയ ഒരു പള്ളി. എനിക്ക് ഇത്രയും ഒരു ആത്മീയ അനുഭൂതി ഉണ്ടായിട്ടുള്ള പള്ളികളിലൊന്നാണത്. അതിന് ഉണ്ടാകാൻ കാരണം ഇതാണ്. ഈ കുരിശടി അവിടെ 4 വശത്തായിട്ട് 4 പേരുടെ പടം, 4 പേരുടെ അല്ല 3 പേരുടെ പടം, മാതാവിൻ്റെ 2 പടവും പുറകിലും മുമ്പിലുമായിട്ട് ഇടത്തും വലത്തുമായിട്ട് ഗീവറി സാദയുടെയും വലതുവശത്ത് കുറിയാക്കോസ് സാദയുടെയുമാണ്. ഒരു ഗുണ്ടുമണിയാണ്, ഗുണ്ടുമണി. ഇത്രയേ ഉള്ളൂ, 3 വയസ്സേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ താമസിക്കുന്ന ആശ്രമം കുറിയാക്കോസ് സാദയുടെ നാമത്തിലുള്ളതുകൊണ്ട് എനിക്ക് കുറിയാക്കോസ് സാദയുടെ ഇത് കാണുമ്പോൾ ഒരു വല്ലാത്തൊരു അട്രാക്ഷൻ വരും. ഞാൻ ഇന്നലെ ചുമ്മാ എടുത്ത് കുറിയാക്കോസ് സാദയുടെ ജീവചരിത്രം ഒന്ന് വായിച്ചു നോക്കിയായിരുന്നു. കുറച്ചൊക്കെ എനിക്കറിയാം, ഞാനൊരു ക്ലാസ് തന്നെ അതിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്നലെ എനിക്ക് മറ്റൊരു ഇൻഫർമേഷൻ കൂടെ കിട്ടി. അദ്ദേഹത്തെ ഈ റോമൻ പടയാളി ഉപദ്രവിക്കുന്നതിന് മുമ്പായിട്ട് ആ കുഞ്ഞു തലയിൽ തീ കോരിയിട്ടെന്നാണ് പറയുന്നത്. തീ കോരി. എങ്ങനെ തോന്നും അതൊക്കെ? 3 വയസ്സുള്ള ഒരു ബാലൻ്റെ തലയിൽ ഈ തീ കോരിയിടുകയാണ്.
കർത്താവിനെ തള്ളിപ്പറയാൻ. 3 വയസ്സേ ഉള്ളെന്ന് ഓർക്കണം, 3 വയസ്സ്. അമ്മ ഇപ്പുറത്ത് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത്രയൊന്നും ദുരിതമൊന്നും നമുക്ക് വന്നില്ലല്ലോ, വന്നോ? ആ തീയാണ്. ഈ കുറിയാസോദയുടെ പടം കണ്ടിട്ടുണ്ടോ? വലിയൊരു കീടം വെച്ചേക്കും, ആ കിരീടം ഇങ്ങനെ വെട്ടിത്തള നീക്കും. അങ്ങനെയാണ് കുറിയാക്കോസാദയുടെ എല്ലാ പടങ്ങളും. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സഹോദരന്മാരെ പറ്റിയുള്ള പ്രാർത്ഥനയിൽ പ്രത്യേകം പിതാക്കന്മാർ എഴുതിയിട്ടുള്ളതാണ്, സഹോദരന്മാരെ കിരീടം ധരിപ്പിക്കുന്നതിനായുള്ളവനാണ്. കിരീടം എല്ലാവർക്കും ഉള്ളതല്ല കേട്ടോ, അത് തിളങ്ങി നിൽക്കുകയാണ്. ഇത്രയുള്ളന്നേ, ഇത്രയുള്ള ആള്. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നതിൻ്റെ കാര്യം ഈ ദുരിതത്തിനിടയിൽ കൂടി കർത്താവ് കൂടെ ഉണ്ടായാൽ മതി. സ്തെഫാനോസ് കല്ലേറ് കൊള്ളുമ്പോൾ അവന് അതൊരു വലിയ ദുരിതമല്ലേ, പക്ഷെ കർത്താവിനെ കാണുകയാണ്. അതാണ് അവരുടെ ദുരിതത്തിൽ നിന്നുള്ള കരയേറ്റമെന്ന് പറയുന്നത്. അല്ലാതെ പിന്നെ എനിക്ക് ദുരിതമാണേ കർത്താവ് എവിടെ പോയി? കർത്താവ് ഉണ്ട്. നമുക്ക് ഈ നയനങ്ങൾ കൊണ്ട് കാണാൻ പറ്റാത്തതാണ്. ആത്മാവിൽ അത് തിരിച്ചറിയണം. ക്രിസ്തുസിൻ്റെ നിന്ന് ത്രോണോസിൽ നിങ്ങൾ കർത്താവിനെ കാണണം. അച്ഛാ, കഴിഞ്ഞ ഞായറാഴ്ചത്തെ പ്രഭാതത്തിൻ്റെ പ്രമേയോത്സവം എടുക്കാമോ? അതായത് എൽദോയ്ക്ക് മുമ്പുള്ള ഞായറാഴ്ചയുടെ പ്രഭാതത്തിൻ്റെ പ്രമേയോത്സവയുടെ അവസാന ഭാഗത്ത് നിൻ്റെ മദ്ബഹായിൽ ഞാൻ നിന്നെ കാണുമാറാകണമേ എന്നൊരു വചനമുണ്ട്. ഞാൻ എടുക്കാം, ഇനി തന്നെ പെട്ടെന്ന്. ഞാൻ എൻ്റെ അവസാനത്തെ ഭാഗത്തും കണ്ടോ? കണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ നോക്കാം. ഇതാ, ആ പുസ്തകത്തിൻ്റെ താളുകൾക്ക് അല്പം വ്യത്യാസമുള്ളതുകൊണ്ട് ആ ഭാഗത്ത് തന്നെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അതിവഞ്ചനായ ആന്തരിക ഹെറോദോസിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ചെയ്ത് വായിച്ചേ. നിൻ്റെ വചനത്തെ പറ്റിയുള്ള ക്ഷാമം കൊണ്ട്, ഞാനവിടെ വരയിട്ടിട്ടുണ്ട്, അതിൻ്റെ താഴോട്ട് വായിച്ചു. നിന്റെ വചനത്തെ പറ്റിയുള്ള ക്ഷാമം കൊണ്ട് ക്ഷീണിച്ചിരിക്കുന്ന ഞങ്ങളുടെ ഹൃദയങ്ങളെ പോഷിപ്പിക്കണമേ. ക്രിസ്തുസിന് വേണ്ടി പിതാക്കന്മാർ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് കേട്ടോ, അല്ലാതെ ഞങ്ങൾക്ക് അടിച്ചു പൊളിക്കാനുള്ള എല്ലാ ക്രമീകരണവും ഉണ്ടാക്കി തരണമേ എന്നുള്ളതൊന്നുമല്ല ഇവിടെ വിഷയം. നിന്റെ വചനത്തെ പറ്റിയുള്ള, ഒന്നും കൂടെ, നിന്റെ വചനത്തെ പറ്റിയുള്ള ക്ഷാമം കൊണ്ട് ക്ഷീണിച്ചിരിക്കുന്ന ഞങ്ങളുടെ ഹൃദയങ്ങളെ പോഷിപ്പിക്കണം. അതായത് ഈ ദാഹം തോന്നണം, വചനത്തിനോടുള്ള ദാഹം. എന്നിട്ട് അടുത്ത വചനം, നീ കിടന്ന പുൽക്കൂട്ടിൽ നിന്റെ മാതാവിനാൽ താലോലിക്കപ്പെട്ടതുപോലെ നിന്റെ അതിപരിശുദ്ധമായ മദ്ബഹായിൽ ഞങ്ങൾ നിന്നെ കാണുമാറാകണമേ. ഇതാണ് പ്രാർത്ഥന. ഇതൊക്കെയാണ് പ്രാർത്ഥന. ഇതൊക്കെ ആവണം പ്രാർത്ഥന. പണ്ടാരാണ്ട് പറഞ്ഞ പോലെ ഇതാവണമട പ്രാർത്ഥന, അല്ലേ? അതാണ്. ഉയരട്ടെ നമ്മുടെ പ്രാർത്ഥനകളുടെ തലങ്ങളെല്ലാം മേലോട്ട് കയറട്ടെ. ഈ ലോകത്തിലെ ഈ ദുരിതത്തിൻ്റെ ഇടയ്ക്ക് ഈ ദുരിതം മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ ആ ദുരിതം നമ്മളിൽ നിന്ന് പോകത്തൊന്നുമില്ല. ഇത് വേറെ സുവിശേഷമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, വേറെ എങ്ങനെ കിട്ടത്തില്ല. അതുകൊണ്ടാണ് ആൾ കുറഞ്ഞു പോകുന്നത്, അല്ലേ? ആദ്യമുള്ളതിൻ്റെ അത്ര ആളിപ്പോൾ ഉണ്ടോ ഇവിടെ? പുറമോട്ട് നോക്കി ഇല്ല. ഇവിടെ എനിക്കിതേ പറയാനുള്ളൂ, നാളെ ഇതേ പറയത്തുള്ളൂ. ഇത് മതി, ഇത് താല്പര്യമുള്ളവർ ഇങ്ങോട്ട് വന്നാൽ മതി. ഇവിടെ അനുഗ്രഹിക്കുന്ന പോഷിപ്പിക്കുന്ന ഒരു ദൈവത്തെ ഞാൻ പറയില്ല. ആ ദൈവം പോഷിപ്പിക്കുന്ന ദൈവമൊക്കെ തന്നെയാണ്. പക്ഷേ നമ്മളെ ശുദ്ധീകരിച്ച് നല്ല വെട്ടിപ്പാക്കി എടുത്തിട്ട് ആ പോഷണമൊക്കെ തന്നാൽ മതി. അതിനു മുമ്പ് അത് വേണ്ട. അപ്പോൾ നിൻ്റെ പരിശുദ്ധ മദ്ബഹായിൽ ഞാൻ നിന്നെ കാണുമാറാകണമേ. അപ്പോൾ ക്രിസ്തുമസിൻ്റെ പെരുന്നാളിന് ഇങ്ങോട്ട് വരുമ്പോൾ കർത്താവിനെ കാണണേ. ഇത് മാത്രമാണ് ഈ ആഗ്രഹം, ഇത് മാത്രം. അതുകൊണ്ടാണ് എൽദോയ്ക്ക് മുമ്പുള്ള ഞായറാഴ്ചയ്ക്ക് ഒരു പേരില്ല. ഞാനത് പലയിടത്തും പറഞ്ഞു കഴിഞ്ഞു. എന്താണ്, ഒരു പേര് കിട്ടാഞ്ഞിട്ടാണോ? പേരില്ല. ഇനി ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ക്രിസ്തുവിനെ കാണണം, സ്നേഹം കൊണ്ട് നിറയണം. നമുക്ക് ആ പൈതലിനെ ഒന്ന് എടുക്കുവാനുള്ള ഒരാഗ്രഹം നമ്മുടെ മേലുണ്ടാവണം. അത് നമ്മുടെ ഹൃദയത്തിൽ ആ പൈതൽ പ്രതിഷ്ഠിക്കപ്പെടണം, അത് വളരണം. അത് നമുക്ക് വേണ്ടി അവൻ
കഷ്ടത ഏൽക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ലിറ്റർജിക്കൽ ഇയറെല്ലാം അതുവഴി ആഘോഷിക്കണം. എന്നിട്ടും ഇതുവരെ മത്തായി ശ്ലീഹായുടെ സുവിശേഷം ഒന്നും വായിക്കാൻ പറ്റില്ല. ഇനിയെങ്കിലും വായിക്കാം. ഇനിയല്ല ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ജനനം ഇവണ്ണമായിരുന്നു. അതിനെപ്പറ്റിയാണ് നമ്മൾ പഠിച്ചത്. ഞാനൊന്ന് ചെറുതായിട്ട് പറയാം എന്താണ് നമ്മൾ പഠിച്ചതെന്ന്. നിങ്ങൾ മറന്നു പോയിട്ടുണ്ടോ? ബുദ്ധിയിൽ നിന്ന് പോയിട്ടുണ്ടാവും, സാരമില്ല, അത് പൊക്കോട്ടെ. ആത്മാവിൽ നിങ്ങളുടെ ഉള്ളിൽ അത് കിടപ്പുണ്ട്. ഇത്രയേ ഉള്ളൂ. യേശുക്രിസ്തുവിന് 2 ജനനമുണ്ട്. അതാ സദറായിലുണ്ടാ കാര്യം. ഒന്ന് പിതാവിൽ നിന്നുള്ള ജനനം, ഒന്ന് കന്യകമാതാവിൽ നിന്നുള്ള ശാരീരിക ജനനം. പിതാവിൽ നിന്നുള്ള ജനനവും മാതാവിൽ നിന്നുള്ള ജനനവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു സമ്മാനം തരാം. ആദിയിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായി. അത് കൃത്യമായിട്ട് പറയണം, വളരെ സ്പെസിഫിക്കായിട്ട് പറയണം. ആദിയിലാന്നൊക്കെ എനിക്ക് മനസ്സിലായി. എന്ന് പറഞ്ഞേ കാലത്തിന് ഞാൻ ഉദ്ദേശിക്കുന്ന ഈ സാധനം ഇങ്ങോട്ട് വന്നില്ല. കാലസമ്പൂർണതയ്ക്ക് അതൊന്നുമല്ല. കാലസമ്പൂർണതയാണ്, അതൊക്കെയാണ്, ഇതൊന്നുമല്ല. ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്, അത് വന്നില്ല. ഞാൻ പറയാം. നിങ്ങൾ ഇനി ആലോചിച്ച് എൻ്റെ സമയം കളയാന്നുള്ളതുള്ളൂ. എന്താണ്? വചനമായി ജഡമായി തീർന്നു, അതൊക്കെയാണ്. അതെല്ലാം നമുക്കറിയാം. അതായത് പിതാവിൽ നിന്ന് ജനിക്കുകയും മാതാവിൽ നിന്ന് ജനിക്കുകയും ചെയ്ത 2 ജനനം. അപ്പോൾ പിതാവിൽ നിന്നുള്ള ജനനവും മാതാവിൽ നിന്നുള്ള ജനനവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, പിതാവിൽ നിന്ന് ജനിച്ചു കഴിയുമ്പോൾ പിതാവില്ലാതിരുന്നൊരു കാലം പുത്രനുമില്ല, പുത്രനില്ലാതിരുന്നൊരു കാലം പിതാവുമില്ല. ഇങ്ങനെയാണ് പിതാവിൽ നിന്ന് ജനിച്ചത്. അത് നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാവുന്നതല്ല. ഉദാഹരണം, എനിക്കൊരു കുഞ്ഞുണ്ടായെന്ന് വിചാരിക്കുക. ആ കുഞ്ഞില്ലാതിരുന്നൊരു കാലം എനിക്കുണ്ട്. ഞാൻ ആ കുഞ്ഞിൻ്റെ പിതാവാണ്. ആ കുഞ്ഞില്ലാതിരുന്നൊരു കാലം എനിക്കുണ്ട്. കുഞ്ഞിന് അതുപോലെയാണ്. ഞാനിപ്പോൾ മരിച്ചു പോയാൽ ഞാനില്ലാതാവുന്ന ഒരു കാലം കുഞ്ഞിനുമുണ്ട്, അല്ലേ? എന്നാൽ പിതാവിന് ജനിച്ച പുത്രന് പിതാവില്ലാതിരുന്നൊരു കാലം ഇല്ല എന്നുള്ളതാണ് ആദ്യത്തെ ജനനത്തിൻ്റെ പ്രത്യേകത. എന്നാൽ മാതാവിന് ജനിക്കുമ്പോൾ യേശു ഇല്ലാതിരുന്നൊരു കാലം മാതാവിനുണ്ട്. ഇല്ലാതിരുന്നെന്ന് പറഞ്ഞാൽ ശാരീരികമായി. ഈ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. അതുകൊണ്ടാണ് ഈ ജനനത്തെ സുഗ്രാഹ്യമല്ല എന്ന് പറയുന്നത്. ഇത് നമുക്ക് മനസ്സിലാക്കുവാൻ പറ്റത്തില്ല, മനസ്സിലാക്കാൻ പോകണ്ട, കയറത്തില്ല. ഈ സാധനം കയറത്തില്ല എന്ന് പറഞ്ഞാൽ എനിക്കും കയറിയിട്ടൊന്നുമില്ല. ഇതിങ്ങനെ എനിക്ക് പറഞ്ഞു തരുന്നത് ഞാൻ പറഞ്ഞു തരുന്നു എന്നുള്ളേ ഉള്ളൂ. ഇതെങ്ങനെയാണെന്ന് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ പറ്റില്ല. എങ്ങനെയാണത്? ഇല്ലാതിരുന്നൊരു കാലം പുത്രനുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പുത്രൻ ഇല്ലാതിരുന്നൊരു കാലം പിതാവിനുണ്ട്. എങ്ങനെയായാലും അങ്ങനെ ഒരു സംഗതി ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മുടെ ബുദ്ധിക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്നത്? അത് മനസ്സിലാവില്ല. അപ്പോൾ അതാണ് ഈ ജനനത്തിൻ്റെ വലിയൊരു പ്രത്യേകതയും ശ്രേഷ്ഠതയും. ഇനി ഞാൻ വേറൊരു കാര്യം കൂടെ അതിൻ്റെ കൂടെ പറഞ്ഞായിരുന്നു. എന്താണ്? ഇങ്ങനെ 2 ജനനം ആർക്കുണ്ട്? നമുക്കുമുണ്ട്. അതെങ്ങനെയാണ് നമുക്കുള്ള 2 ജനനം? അതായത് നമ്മുടെ ആത്മാവിനെ സൃഷ്ടിച്ച ഒരു ദിവസം ഉണ്ട്. അതെന്നാണെന്ന് നമുക്ക് അറിയില്ല. അങ്ങനെ ഒരു ദിവസം എന്നുള്ളതല്ല. കാരണം ചിലപ്പോൾ കാലത്തിന് മുമ്പായിരിക്കാം നമ്മളെ തിരഞ്ഞെടുത്തതും സൃഷ്ടിച്ചതും, അല്ലേ? അതിന് മുമ്പായിരിക്കാം, എപ്പോഴാണെന്നറിയത്തില്ല. അതുകൊണ്ട് നമ്മുടെ ആത്മാവിനെ നിർമ്മിച്ചാക്കിയ ഒരു അവസ്ഥയുണ്ട് എന്ന് വേണേൽ പറയാം. അത് ടൈം ആയിരിക്കണമെന്നില്ല. ടൈമിലാകുന്നത് നമ്മൾ ലോകത്തിൽ വരുമ്പോഴാണ് ടൈം. എന്നാൽ ആ ആത്മാവിനെ ഒരു ജഡത്തിലാക്കി നമ്മളെ ഈ ലോകത്തിൽ സൃഷ്ടിച്ച ഒരു സമയവും ഉണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഏതിനാണ്? ഈ ലോകത്തിൽ നമ്മൾ ജനിച്ച ദിവസത്തിനാണ്. അത് പാശ്ചാത്യ സംസ്കാരത്തിൽ നിന്ന് ഈ പൗരസ്ത്യ സംസ്കാരത്തിലേക്ക് കുത്തിക്കേറിയതാണ്. അതുകൊണ്ടാണ് പണ്ട് കാലത്ത് ഒരു 50 വയസ്സിന് മുകളിൽ ഇവിടെ ഉള്ളവർക്കറിയാം, ആദിമകാലത്ത് ബർത്ത്ഡേ എന്ന് പറയുന്നൊരു കാര്യത്തിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ലായിരുന്നു. ഉണ്ടെങ്കിൽ പറ. ദേവാലയത്തിൽ ഇല്ലായിരുന്നു. ദേവാലയത്തിൽ ഇങ്ങനെ പരിപാടിയേ ഇല്ല. ബർത്ത്ഡേ ഇനി മുതൽ ഇന്ന് ബർത്ത്ഡേ ആഘോഷിച്ച് ഈ ആഴ്ച ബർത്ത്ഡേ ആഘോഷിച്ചവരുടെ പേരുകൾക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥന. എന്തിനാണ് ആ പ്രത്യേക പ്രാർത്ഥന എന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. പറയാം, കുർബാനയൊക്കെ കഴിഞ്ഞിട്ട് ഇത്രയും പേര് ഈ ആഴ്ച ബർത്ത്ഡേ കൊണ്ടാടിയിട്ടുണ്ട്. ഇടവകയുടെ പേരിലും വികാരി എന്നുള്ള പേരിലും നിങ്ങൾക്ക് എല്ലാ
ജന്മദിനാശംസകളും അർപ്പിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ കുർബാനയിൽ നിങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. വിശുദ്ധ കുർബാനയുടെ സർവ്വ അനുഗ്രഹങ്ങളും നിങ്ങളുടെ മേലുണ്ടാകട്ടെ എന്നൊരാശംസ പറയാം. അല്ല, കുർബാന കഴിഞ്ഞ് ഒരു പ്രത്യേക പ്രാർത്ഥന, അതൊക്കെ വളരെ വികലമാണ്. മാനുഷികം എന്നുള്ളതിനേക്കാളിൽ ഒരു അൺവാണ്ടഡ് അൺനെസസറി തിങ്ങാണ്. പോകട്ടെ. അപ്പോൾ ഇങ്ങനെ രണ്ട് ജന്മം നമുക്കും ഉണ്ട്. ഈ സ്പിരിച്വൽ ആസ്പെക്ട്സിൽ ഇത്തരം മർമ്മങ്ങളൊക്കെ മനസ്സിലാക്കിയിരുന്നാൽ മാത്രമേ ഈ ലോകപരമായ കാര്യങ്ങൾക്ക് നമുക്ക് അധികം പ്രാധാന്യമില്ല എന്ന് തോന്നത്തുള്ളൂ. അല്ലെങ്കിൽ മരിച്ചു കഴിയുമ്പോഴും പറയും പ്രാർത്ഥനകൾ വിഫലമായി എന്ന് പറയും. കേട്ടിട്ടില്ലേ? ഇപ്പോൾ ശ്രീനിവാസൻ മരിച്ചുപോയി. ഞാൻ പേപ്പർ വായിക്കാത്തതുകൊണ്ട് എനിക്കറിയത്തില്ല. മിക്കവാറും ഒരു പേപ്പറിലെങ്കിലും കാണും പ്രാർത്ഥനകൾ വിഫലമായി. ഇങ്ങനെയാണ് മിക്കവാറും ഉള്ള പേപ്പറുകളിലെ ഹെഡിങ് വരുന്നത്, പ്രാർത്ഥനകൾ വിഫലമായി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്തത് പ്രാർത്ഥനയല്ല, വേറെന്തോ ആണ്. പ്രാർത്ഥനകൾ വിഫലമാകില്ല. അതായത് ശ്രീനിവാസൻ അല്ലെങ്കിൽ ആരെങ്കിലും ഹൂയവർ അതെന്തോ ചിരഞ്ജീവിയായിട്ടിരിക്കുക എന്നുള്ളതാണോ നമ്മുടെ ഉദ്ദേശം? ശ്രീനിവാസൻ എന്നുള്ളത് വിട്. നമ്മളാരും എല്ലാവരും മരിക്കും. അപ്പോൾ ഒരു പ്രായമായ ആളെപ്പറ്റി പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ നമ്മൾ ആദ്യം നല്ലൊരു മരണം ആശംസിക്കുന്നത് നല്ലത്. അച്ഛനോട് ചോദിച്ചു, കഴിഞ്ഞ ദിവസമേ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ, ഞാൻ അച്ഛൻ്റെ പേര് പറയുന്നില്ല, ഒരു പ്രായമായ അച്ഛൻ്റെ വളരെ അസുഖകരമായിരിക്കുന്നു, വെന്റിലേറ്ററിൽ കിടക്കുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് വന്നു. അച്ഛൻ വെന്റിലേറ്ററിലാണ്, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ഒട്ടനെ മെസ്സേജ് അയച്ചു. വന്നി ആചാര്യ ശ്രേഷ്ഠൻ അർപ്പിച്ച എല്ലാ, അച്ഛൻ വായിച്ചിരുന്നത് കണ്ട, ഞാൻ വെറുതെ പറയുന്നതല്ല, അച്ഛന് നല്ലൊരു അന്ത്യം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അപ്പം തന്നെ ഞാൻ മെസ്സേജ് അയച്ചു, നിങ്ങൾക്ക് ആർക്കെങ്കിലും മെസ്സേജ് വേണേൽ പറയണം, 2 മിനിറ്റിനകം അച്ഛൻ മരിച്ചു. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണോ അത്തരം മെസ്സേജ്? വേണേ പറഞ്ഞാൽ അത് ഞാൻ തരാം. വെറുതെ പറഞ്ഞതാ. ദൈവം നിശ്ചയിച്ച സമയം വരെ എല്ലാം സന്തോഷത്തോടെ എല്ലാവരും ജീവിക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് എന്താണ്? അപ്പോൾ ഈ ആധ്യാത്മികത എന്ന് പറയുമ്പോൾ ഈ ലോകത്തോട് നമുക്ക് വലിയ താല്പര്യമില്ലാതിരിക്കണമെങ്കിൽ ഈ രഹസ്യങ്ങൾ നമുക്ക് പിടികിട്ടണം. ശരീരത്തോട് നമുക്ക് വലിയ താല്പര്യമില്ലാതെ പതുക്കെയായി വരണം. ഇനിയും താഴോട്ട് വായിക്കാം. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിൻ്റെ ജനനം ഇവണ്ണമായിരുന്നു എന്ന് പറയുമ്പോൾ അത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അവൻ്റെ അമ്മയായ മറിയ യോസഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരുന്ന മുമ്പേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി. ആ കാര്യം നമ്മൾ പറഞ്ഞു. അന്നത്തെ കാലത്ത് നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞാലേ കന്യകാസ്ഥാനം പോയി. മനസ്സിലായോ? അപ്പോൾ എന്തിനാണ് ജോസഫിനെ കൊണ്ട് ഈ 12 വയസ്സുള്ള ബാലികയെ അല്ലെങ്കിൽ 15 വയസ്സുള്ള ബാലികയെ, എത്രയാണെന്നൊന്നും അറിയത്തില്ല, എന്തായാലും അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ള പ്രായം, വിവാഹം നിശ്ചയിച്ചത് എന്ന് ചോദിച്ചാൽ ഇത് ദൈവത്തിൻ്റെ തന്ത്രമാണ്. എന്ന് പറഞ്ഞാൽ പിശാച് കന്യകമാരെ നോക്കി നടക്കുകയാണ്. ഇപ്പോൾ ദൈവത്തിൻ്റെ തന്ത്രമനുസരിച്ച് ഇപ്രകാരം പിശാചിനെ കബളിപ്പിക്കണം. ഈ കന്യകമാരെ നോക്കി വന്ന് നടന്നോട്ടെ, നമുക്ക് വേണ്ടിയ കന്യകയെ ഇങ്ങ് മാറ്റി ആ കന്യക സ്ഥാനവും കളയുന്നു. പക്ഷേ കന്യാമുദ്ര നഷ്ടപ്പെടുന്നില്ല. നമ്മുടെ ആരാധനയിലും ഈ സത്രായിലും ഉണ്ട്. നമ്മൾ കന്യാമുദ്ര എന്നല്ല പറയുന്നത്, പിന്നെന്താണെന്നറിയാമോ? എൻ്റെ ഇടയ്ക്കൊരു വാക്കുണ്ട്, പറയാമോ? കന്യാമുദ്ര എന്നല്ല പറയുന്നത്, അതിൻ്റെ ഇടയ്ക്കൊരു വാക്കുണ്ട്. ആ വാക്ക് നിങ്ങൾക്ക് പറയാമോ? ശരിക്കും അതാണ് പരിശുദ്ധ മാതാവിൻ്റെ നമ്മുടെയും വെർജിനിറ്റി എന്ന് പറയുന്നത്. അച്ഛാ കിട്ടുന്നുണ്ടോ? അച്ഛൻ പറഞ്ഞത് മൈക്കിൽ കൂടെ ഒന്ന് പറഞ്ഞേ. കന്യാമുദ്ര അല്ല, കന്യാവ്രതമുദ്ര. കന്യാവ്രതമുദ്രയ്ക്കൂനമതന്യേ, കന്യാവ്രതമുദ്രയ്ക്കൂനമതന്യേ ജാതം ചെയ്തവനെന്നാണ്. ഈ വ്രതത്തിലുണ്ടാകുന്നതാണ് വെർജിനിറ്റി. വ്രതം വെർജിനിറ്റി, മനസ്സിലായോ? ആ വെർജിനിറ്റി നമ്മുടെ ഉള്ളിൽ ഉണ്ടായില്ലെങ്കിൽ കർത്താവ് നമ്മളെ ഉള്ളിൽ ജനിക്കില്ല. ഇതൊരു വ്രതമാണ്. 25 ദിവസം നമ്മൾ വ്രതം എടുത്തു പോവാണ്. ആ വ്രതം ശരീരത്തിൽ മാത്രമല്ല, ഉള്ളിൽ അകത്ത് പാപത്തോട് വ്രതം മാറ്റി നിർത്തുകയാണ്. അവിടെ കർത്താവ് ജനിക്കത്തുള്ളൂ.
അല്ലെങ്കിൽ ചുമ്മാ ക്രിസ്മസിനൊക്കെ പോയി ഉറക്കളച്ച് പള്ളിയിൽ പോയെന്ന് ഉറക്കം തൂങ്ങിയിട്ട് തിരിച്ചു പോകാം, വീട്ടിൽ ചെന്ന് കേക്കൊക്കെ അടിക്കാം, മുട്ടയൊക്കെ പുഴുങ്ങി തിന്നിട്ട് ഇറച്ചിയൊക്കെ അടിച്ചിട്ട് വൈകിട്ട് പോയി 2 ബെഗ്ഗൂട്ട് അടിക്കും. പൂർത്തീകരിക്കണ്ടേ? ചിലർക്ക് അങ്ങനെ പറ്റത്തുള്ളത്. അത് പൂർത്തീകരിക്കണം. പിള്ളേരുമൊക്കെ ഒന്ന് കൂടി, ക്രിസ്മസ് അല്ലയോ. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം, ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ ഇവരൊക്കെ ഉണ്ടല്ലോ നല്ല നൊയമ്പെടുത്തിട്ടാണ് ഈ ചെയ്യുന്നത്, നന്നായിട്ട് നൊയമ്പെടുക്കും, 25 ദിവസം നമ്മളെക്കാളും നന്നായിട്ട് നൊയമ്പൊക്കെ എടുത്തിട്ട്. പക്ഷെ ഈ സാധനം അങ്ങോട്ട് ചെന്നാലേ അത് പൂർത്തീകരിക്കപ്പെടത്തുള്ളൂ. അപ്പോൾ ഇത്രയും ദിവസം നമ്മൾ കാട്ടിക്കൂട്ടിയ സർവ്വസാധനവും ചോന്നങ്ങ് പോയി. നമ്മൾ സാധനം തുറന്ന് ഇപ്പുറത്തൂടെ ഒരു കവാടം തുറന്നിട്ടു, അതുവഴി ഇതൊഴിയൊക്കെ പോയി. കഴിഞ്ഞില്ലേ? മൊത്തം കഴിഞ്ഞില്ലേ? എന്തിനാണ് നിങ്ങൾ വ്രതം എടുത്തത്? പോയില്ലേ? ഒന്ന് ചീട്ട് കളിക്കുക, അല്ലെങ്കിൽ ഒന്നും പറയുന്നില്ല. ഇതുപോലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ കന്യകമറിയാമിൻ്റെ സ്ഥാനം മാറ്റിക്കളഞ്ഞത് പിശാചിനെ കബളിപ്പിക്കാനാണ്. മനസ്സിലായോ? എന്നിട്ട് പരിശുദ്ധാത്മാവിനാൽ ആണ് ഗർഭിണിയായത്. മാതാവിനോട് എന്താണ് ദൂതൻ പറയുന്നത്? കന്യക ഗർഭിണിയായി, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്നിൽ ആവസിക്കും. അതുകൊണ്ട് ഉള്ളിലിരിക്കുന്ന ആരാണ്? പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ മൂടി വെച്ചവൾ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ മാതാവിനെ എന്ത് വിളിക്കുന്നത്? നിങ്ങൾ പറയണം. പരിശുദ്ധാത്മാവിനെ മൂടി വെച്ചവൾ എന്നുള്ള അർത്ഥം നിങ്ങൾക്കറിയത്തില്ലേ? ഞാൻ ഒത്തിരി ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ കേട്ടിട്ടുണ്ടാവെന്ന് വിചാരിച്ചാണ് ഞാൻ ചോദിച്ചിട്ടുള്ളത്. മൂടി വയ്ക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ തിരുശരീര രക്തങ്ങളെ മൂടി വയ്ക്കുന്ന തുണിക്ക് പറയുന്ന പേരെന്താണ്? ശോശപ്പ. ഇനിയും പറയൂ, പരിശുദ്ധാത്മാവിനെ ഒരു പേര് വിളിക്കുന്നുണ്ട്. നിങ്ങൾ പാടൂ, മോശ ചമച്ചോര. ചെന്ന് പാടി, അച്ഛന്ന് പാടി. മോശ ചമച്ചോര പേടക ദൃഷ്ടാന്തം മറിയാമേ ശ്ലോമോ ജീവജലത്തിൻ മുൻകുറിയാം റൂഹാതൻ ശോശപ്പാത. നിർത്തൂ. എന്ത് ശോശപ്പാസ്ലോ? അതിതാണ്. മനസ്സിലായോ? എത്രയോ കൊല്ലമായിട്ട് പാടുവാണ്. റൂഹാതൻ ശോശപ്പാസ്ലോം എന്ന് പറഞ്ഞാൽ, പരിശുദ്ധ മാതാവേ നീ റൂഹായെ മൂടി വെച്ചവളാകുന്നു. ശോശപ്പ തിരുശരീര രക്തങ്ങളെ മൂടി വയ്ക്കുന്ന തുണിയാണ് അല്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? മദ്ബായിൽ തിരുശരീര രക്തങ്ങൾ മൂടി വയ്ക്കുന്ന, അതിന് പല അർത്ഥങ്ങളുണ്ട്, ഓരോന്നിനും പല വ്യാഖ്യാനങ്ങളുണ്ട്. അതെല്ലാം അവിടെ ആപ്ലിക്കബിളാണ്. കീറ്റുശീലകളാൽ പൊതിയപ്പെട്ട കർത്താവിനെ അത് സൂചിപ്പിക്കുന്നുണ്ട്. തിരുശരീര രക്തങ്ങൾ മൂടി വയ്ക്കുന്നത്. ത്രോണോസ് തുറക്കുമ്പോൾ എന്താണ് ആദ്യം കാണുന്നത്? ആദ്യം നമ്മൾ ദർശിക്കുന്നത് എന്തായിട്ടാണ്? പുൽക്കൂടായിട്ടാണ്. വിദ്വാൻമാരൊക്കെ ചുറ്റി മുത്തുന്നതിന് തുല്യമായിട്ടാണ് നമ്മൾ ത്രോണോസ് ചുറ്റുന്നത്. പുരോഹിതൻ കർത്താവിനെ പ്രതിനിധീകരിക്കുന്നുണ്ട്, ജനത്തെയും പ്രതിനിധീകരിക്കുന്നുണ്ട്. 2 രീതിയാണ് പുരോഹിതൻ്റെ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്വർഗം തുറക്കുന്നു, പുൽക്കൂട് കാണുന്നു. കുറച്ച് കഴിയുമ്പോൾ ഈ പുൽക്കൂട് കബറായിട്ട് മാറും. കർത്താവിനെ കബറിൽ മൂടി വെച്ചതുപോലെയാണ്. അങ്ങനെ അത് വ്യാഖ്യാനിക്കും. അത് പലവിധ വ്യാഖ്യാനങ്ങളാണ്, അതെല്ലാം അതിനകത്തുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, മൂടി വയ്ക്കുന്ന തുണി, പരിശുദ്ധാത്മാവിനെ ഉള്ളിലാക്കി മൂടി വെച്ചവൾ എന്നുള്ള അർത്ഥത്തിൽ പരിശുദ്ധ മാതാവിനെ എന്ത് വിളിക്കുന്നു? റൂഹായുടെ ശോശപ്പായ എന്ന് വിളിക്കുന്നു. ഇതിന് വേറെ വേദപുസ്തക അടിസ്ഥാനമുണ്ട്. വേറൊരെണ്ണം പറയാമോ? പരിശുദ്ധാത്മാവിൽ ആണ് ഗർഭിണിയായതെന്നും പരിശുദ്ധാത്മാവാണ് മാതാവിൻ്റെ ഉള്ളിൽ എന്നും പറയുന്ന മറ്റൊരു വേദഭാഗം നിങ്ങളുടെ തലയിൽ വരുന്നുണ്ടോ? യോസഫിന് കൊടുത്ത ദർശനത്തിൽ യോസഫിനോട് ദൂതൻ പറയുന്നത് എന്താണ്? ദാവീദിൻ്റെ പുത്രനായ യോസഫേ, നിൻ്റെ ഭാര്യയായ മറിയായെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട, അവളിൽ ഉൽപ്പാദിതമായിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാൽ ആകുന്നു. അപ്പോൾ ഉള്ളിലിരിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഇനിയും മറ്റൊരു എക്സ്പ്ലനേഷൻ കൂടെ തരാൻ പറ്റുന്നത്, എലിസബത്തിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ യോഹന്നാൻ തുള്ളി, അതായത് ഉള്ളിലിരിക്കുന്ന പ്രജ തുള്ളി, മാതാവ് സങ്കീർത്തനം പാടി, എലിസബത്ത് സങ്കീർത്തനം പാടി, സക്രിയ സങ്കീർത്തനം പാടി. എന്താണ് സംഭവിച്ചത്? ഉള്ളിലിരിക്കുന്ന ആ പരിശുദ്ധാത്മാവ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെട്ടു പെട്ടെന്ന്. ആദ്യം പറഞ്ഞ സാധനം പെട്ടെന്ന്. കാരണം ഇതെല്ലാം തുറന്നിരിക്കുകയാണ്. എലിസബത്ത് ഈ 80 വർഷമായിട്ട് കരഞ്ഞ് ഉപ്പാട് വന്നിരിക്കുകയാണ്. ഒരു കൊച്ചിനെ തായെന്ന്. അങ്ങനെ 6 മാസം ഇരിക്കുന്ന സമയത്താണ് ചെല്ലുന്നു, ആരോട് പ്രാർത്ഥിച്ചോ അവൻ്റെ അമ്മ. അതുകൊണ്ടാണ് എലിസബത്ത് പെട്ടെന്ന് പറയുന്നത്, എൻ്റെ കർത്താവിൻ്റെ മാതാവ്
എൻ്റെ അടുക്കൽ വരാനുള്ള ഭാഗ്യം എങ്ങനെയുണ്ടായി എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കുന്നു, ഈ മറിയാമിനെ ദൈവമാതാവ് എന്ന് ആദ്യം വിളിച്ചതാരാണ്? എലിസബത്ത്. നിങ്ങളുടെ ഉത്തരം തെറ്റാണ്. പരിശുദ്ധാത്മാവാണ്. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ഇപ്രകാരം പറഞ്ഞു, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരുവാനുള്ള ഭാഗ്യം എങ്ങനെ എനിക്കുണ്ടായി എന്ന് പറഞ്ഞാൽ മറിയാമിനെ ആദ്യം ദൈവത്തിൻ്റെ മാതാവ്, ദൈവമാതാവ്. അതുകൊണ്ടാണ് സഭ അതിനെ നിഷ്കർഷിച്ച് പറഞ്ഞിരിക്കുന്നത്. ഒരു മാറ്റവും അതിന് കൊടുത്തിട്ടില്ല. പരിശുദ്ധ പിതാക്കന്മാരായ സേവ്രിയോസ്, ഇഗ്നാത്യോസ് മുതലായ പിതാക്കന്മാർ ഇതിനുവേണ്ടി ഭയങ്കരമായിട്ട് ത്യാഗം ഏറ്റെടുത്തവരാണ്. ഈ വാക്ക് മാറ്റാൻ സമ്മതിച്ചിട്ടില്ല. ആദ്യം സഭയിൽ വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. വേണമെങ്കിൽ ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെ പറയാം, ക്രിസ്റ്റോട്ടോക്കോസ് എന്ന് പറയാം. ആദ്യം പറഞ്ഞ് ദൈവത്തിൻ്റെ മാതാവ് എന്ന് വിളിക്കാൻ പറ്റില്ല. അറിയൂസൊക്കെ വളരെ പ്രശ്നമുണ്ടാക്കി. ദൈവത്തിൻ്റെ മാതാവ് എന്ന് എന്തുമായാലും വിളിക്കാൻ പറ്റത്തില്ല. പിന്നെ ഒരുവിധം ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലെത്തി. എങ്ങനെയാണെന്നറിയാമോ? ക്രിസ്തുവിൻ്റെ അമ്മ എന്ന് വേണേൽ വിളിക്കാം, ദൈവമാതാവ് നിന്നാലും പറ്റത്തില്ല. അത്താനാസ്യോസും ഒക്കെ പറഞ്ഞു, നടപ്പില്ല. സുനോദോസ് കൂടി, എഫേസസ് സുനോദോസ് കൂടി, സിറിൽ ഓഫ് അലക്സാണ്ട്രിയ ശക്തിയുക്തം വാദിച്ചു, ജയിച്ചു. നെസ്തോറായിരുന്നു അന്നത്തെ വേദവിപരീതി. അതാണ് ദൈവമാതാവെന്ന് ദൈവമാതാവിനെ അല്ലെ മാതാവിനെ ആദ്യം വിളിച്ചത് പരിശുദ്ധാത്മാവാണ്, വേറെ ആരുമല്ല. പരിശുദ്ധാത്മാവിൽ ഇപ്രകാരം പറഞ്ഞു എന്നാണ്. അപ്പോൾ താഴോട്ട് വായിക്കാം. അവളുടെ ഭർത്താവായ യോസഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോക അപവാദം വരുത്തുവാൻ അവന് മനസ്സിലായതുകൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ ഭാവിച്ചു. അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. വേണമെങ്കിൽ ഉപേക്ഷിക്കാം, പക്ഷെ ഉപേക്ഷിച്ചാലും സ്ഥാനം പോവില്ല. അവൾ എൻഗേജ്ഡാണ്. സ്ത്രീകൾക്ക് അങ്ങനെ വളരെ പരിമിതമായ ഒരു സാഹചര്യമുള്ള കാലഘട്ടമായിരുന്നു. സമയം എന്തായി? എത്ര? 12:40 നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ? നിങ്ങൾ ഇരുന്ന് അല്ല ഇടപാട്. ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, അതുകൊണ്ട് നമുക്ക് 20-ാം വാക്യം കൂടെ ഒന്ന് വായിക്കാം. ഇങ്ങനെ നനച്ചിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, ദാവീദിൻ്റെ മകനായ യോസഫെ, നിന്റെ ഭാര്യയായ മറിയയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട, അവളിൽ ഉൽപ്പാദിതമായിരിക്കുന്നത് പരിശുദ്ധാത്മാവായിരുന്നു. ആ കാര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുന്നത് കൊണ്ട് അവന് യേശു എന്ന് പേരിടണം എന്ന് പറഞ്ഞു. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേര് വിളിക്കും. ഇത് യെശയ്യാവിൻ്റെ പുസ്തകം 7-ാം അധ്യായം 14-ാം വാക്യത്തിലാണ് പറയുന്നത് അല്ലേ? നമ്മളിപ്പോൾ വായിച്ചതാണ്. ആ ഭാഗങ്ങളാണ് നമ്മൾ ഇത്രയും നേരവും വിശദീകരിച്ച് പറഞ്ഞത്. അതുകൊണ്ട് താഴോട്ട് വായിച്ചു വിടുവാണ്. എന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളിച്ചെയ്ത് നിവൃത്തിയാകുവാൻ ഇതൊക്കെയും സംഭവിച്ചു. യോസഫ് ഉറക്കമുണർന്നു, കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ ചെയ്തു, ഭാര്യയെ ചേർത്തുകൊണ്ടു. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വചനമാണ്. യോസഫിനും ഇവളെ ചേർത്തുകൊണ്ട് നടന്നാൽ നിന്ദയാണ്. മാതാവിന് മാത്രമല്ല, ഗർഭിണിയായി എന്നുള്ളത് മാതാവിന് നിന്ദയാണ്. പക്ഷേ ജോസഫിനും നിന്ദയാണ്. കാരണം ആരോ ഒരാളാൽ ഗർഭിണിയായ ഒരു സ്ത്രീയെ കൊണ്ട് നടക്കുന്നവൻ എന്നുള്ള ദുഷ്പേര് ഞാൻ വഹിച്ചുകൊള്ളാം എന്നുള്ള തീരുമാനം ജോസഫ് എടുത്തത് പരിശുദ്ധാത്മാവ് ജോസഫിൽ പ്രവർത്തിച്ചതുകൊണ്ടാണ്, നീതിമാനായതുകൊണ്ടാണ് അല്ലേ? ആരാണ് നീതിമാൻ എന്ന് പറഞ്ഞാൽ? ദോഷം വിട്ടകലുന്നവനാണ്. ഇയ്യോബിനെ പറ്റി പറയുന്നത് എന്താണ്? ഇയ്യോബ് നീതിമാനായിരുന്നു എന്ന് പറയുന്നത് അല്ലേ? ദൈവം അവനെപ്പറ്റി സാക്ഷീകരിച്ചിട്ടുള്ളത് എന്താണ്? അവനെപ്പോലെ ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും അല്ലേ? ദോഷം വിട്ടകലുന്നവനാണ്, അവനാണ് നീതിമാൻ. അപ്പോൾ ജോസഫ് നീതിമാനായിരുന്നതിനാൽ അവളെ ചേർത്തുകൊള്ളുവാൻ തീരുമാനിച്ചു. മകനെ പ്രസവിക്കും വരെ അവളെ പരിഗ്രഹിച്ചില്ല. അവന് യേശു എന്ന് പേർ വിളിച്ചു. സത്യത്തിൽ എനിക്ക് അടുത്ത പാരഗ്രാഫിലെ ഒരു വലിയ രഹസ്യം നിങ്ങളോട് പറഞ്ഞു തരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ സമയം ഒരുപാടായിപ്പോയി. അതായത് ഹെരോദാവിൻ്റെ ഒരു സ്ട്രാറ്റജിയുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങളുണ്ട്. പക്ഷെ അത് നമുക്ക് പിന്നീടൊരിക്കൽ നമുക്കത് ചിന്തിക്കാം. ഇത് കർത്താവിൻ്റെ ജന്മമായിട്ട് ബന്ധപ്പെട്ട ദിവസമായതുകൊണ്ടാണ് ഞാനതങ്ങനെ വിചാരിച്ചത്. പക്ഷെ സാരമില്ല, നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും. കർത്താവ് എൻ്റെ ജന്മപ്പെരുന്നാളിലേക്ക് ഞങ്ങളെ നീ ഒരുക്കണമേ.
നിന്നെ കാണണം, നിൻ്റെ പരിശുദ്ധ മദ്ബഹായിൽ ഞങ്ങളെ കാണണം. ഞങ്ങൾക്ക് വേറൊരു ആഗ്രഹമില്ല, ഞങ്ങൾക്ക് വേറെ ആശ്രയവുമില്ല. നീ എവിടെ ഉണ്ടോ അപ്പോൾ ഞങ്ങളെ ദുരിതമെല്ലാം ഞങ്ങൾ മറക്കും. ഞങ്ങൾക്ക് ദുരിതം ഉണ്ടാകാം, തീച്ചൂളയിലായിരിക്കാം ഞങ്ങൾ കടന്നു പോകുന്നത്. പക്ഷേ ദൈവീക രഹസ്യങ്ങളുടെ വെളിപാടുകൾ ഞങ്ങൾക്ക് വെളിവാകത്തക്കവണ്ണം ഈ ക്രിസ്തുമസ് പെരുന്നാളിൽ നിൻ്റെ പരിശുദ്ധ മദ്ബഹായിൽ ഞങ്ങൾ കാണുമാറാകണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനവിശുദ്ധിയുള്ള പരിശുദ്ധ റൂഹായുടെയും ധന്യമുള്ള തിരുനാമത്തിൽ തന്നെ ആമേൻ. ദാവീദിൻ മകൾ കന്നി ജനതാമധ്യേ നിന്നിടുന്നു, കൈകളിൽ മേവുന്നുണ്ണി, താർക്കികരവനെ ചൂഴുന്നല്ലോ. പാർക്കുന്നേകൻ നേർക്കുന്നന്യൻ, സാക്ഷി ചന്യനിവൻ താൻ ദൈവം. ദാവീദിൻ മകൾ കന്നി നമ്മെ വിളിച്ചാൽ സ്നേഹത്താൽ താൻ പന്തിയിലേക്കിന്നാളിൽ വരുവിൻ നമ്മൾ കാമോദിക്കാം, അവളോടൊന്നിച്ചുൾഘോഷിക്കാം. തൽഫലമീശൻ താനെന്നേവം.